സങ്കീർത്തന പുസ്തകത്തിൻ്റെ 32-ാം അധ്യായം അതിൻ്റെ 8-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി നിനക്ക് ഞാൻ കാണിച്ചു തരാം. ഒരു മനുഷ്യന്, ഒരു കുടുംബത്തിന്, ഒരു സമൂഹത്തിന് നടക്കേണ്ട വഴി എന്താണെന്ന് കൃത്യമായി നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത് ദൈവവചനത്തിലൂടെയാണ്. നമുക്കായി ഇന്ന് കർത്താവിൻ്റെ വചനം പങ്കുവെക്കുന്നത് പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ ഡയറക്ടറും പ്രശസ്ത വചന പ്രഘോഷകനുമായ ബഹുമാനപ്പെട്ട വർഗീസ് കോട്ടപ്പറമ്പിൽ അച്ഛനാണ്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 16 മുതൽ തിരുവചനങ്ങൾ. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 16 മുതൽ തിരുവചനങ്ങൾ. ശിമയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശു അവനോട് അരുളി ചെയ്തു, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്. ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. നരകവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. അനന്തരം അവൻ താൻ ക്രിസ്തുവാണെന്ന് ആരോടും പറയരുതെന്ന് ശിഷ്യന്മാരോട് അരുളി ചെയ്തു. അപ്പോൾ മുതൽ യേശു തനിക്ക് ജെറുസലേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നുവെന്നും ശ്രേഷ്ഠന്മാരിൽ നിന്നും പ്രധാന പുരോഹിതന്മാരിൽ നിന്നും നിയമജ്ഞരിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും താൻ വധിക്കപ്പെടുമെന്നും എന്നാൽ 3-ാം ദിവസം ഉയർപ്പിക്കപ്പെടുമെന്നും ശിഷ്യന്മാരെ അറിയിക്കുവാൻ തുടങ്ങി. പത്രോസ് അവനെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി. ദൈവം കനിയട്ടെ, കർത്താവേ, ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. യേശു തിരിഞ്ഞ് പത്രോസിനോട് പറഞ്ഞു, സാത്താനെ, എൻ്റെ മുമ്പിൽ നിന്ന് പോകൂ, നീ എനിക്ക് പ്രതിബന്ധമാണ്, നിന്റെ ചിന്ത ദൈവികമല്ല. ഹല്ലേലൂയ. വലതുകരമുയർത്തി സ്വരമുയർത്തി ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ വചനം വായിക്കാൻ തുടങ്ങുമ്പോൾ, ധ്യാനിക്കാൻ തുടങ്ങുമ്പോൾ, ഈ അടുത്ത നാളിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ ഒരു ചിന്ത അതിങ്ങനെയായിരുന്നു: There is evil around us and he is at work. നമുക്ക് ചുറ്റും തിന്മയുടെ ഒരു ശക്തിയുണ്ട്, അത് മുമ്പെന്നത്തെക്കാളും പ്രവർത്തിക്കുന്നു. നമ്മുടെ ചുറ്റും തിന്മയുടെ ശക്തിയുണ്ട്, അത് മുമ്പെന്നത്തെക്കാളും പ്രവർത്തിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇപ്പോൾ വായിച്ചു കേട്ട തിരുവചന ഭാഗത്തേക്കൊന്ന് വരിക. ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ് ശിഷ്യന്മാരോട്: ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? പത്രോസ് പറയുക, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. ഉടനെ ഈ പത്രോസിനോട് ഈശോ പറയുന്നു, മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് ഇത് നിനക്ക് വെളിപ്പെടുത്തിയത്. സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തിയത്. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്. ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ പണിയും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എന്താ അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്? യേശു ആരാണെന്ന ചോദ്യത്തിന് പത്രോസ് പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. ഉടനെ പത്രോസിന് അംഗീകാരം, ഇത് നിനക്ക് വെളിപ്പെടുത്തി കിട്ടിയത് സ്വർഗത്തിൽ നിന്നാണ്, നീ പാറയാണ്. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ പത്രോസിനോട് ഈശോ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്: നിന്നെ സ്വർഗം അംഗീകരിച്ചിരിക്കുന്നു, നിനക്ക് പരിശുദ്ധാത്മാവിന്റെ വെളിപ്പെടുത്തലുണ്ട്, ഇനി ആർക്കും നിന്നെ തകർക്കാൻ പറ്റാത്ത പാറയായി നീ മാറിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ സ്വർഗത്തിന്റെ അംഗീകാരം കിട്ടിയവൻ, പരിശുദ്ധാത്മാവിന്റെ വെളിപ്പെടുത്തൽ കിട്ടിയവൻ, പാറയാണെന്ന് യേശു മുഖത്ത് നോക്കി പറഞ്ഞവൻ, തൊട്ടടുത്ത നിമിഷം ഇതാ ആ പത്രോസിനെ യേശു വിളിക്കുന്നൊരു പേര് കേൾക്കണം. അവിടെയാണ് സംഭവങ്ങൾ ആകെ അട്ടിമറിക്കപ്പെടുന്നത്. ഇങ്ങനെ യേശു പറഞ്ഞു, നീ പാറയാണ് എന്ന് പറഞ്ഞ് യേശു നിർത്തുമ്പോൾ തൊട്ടടുത്ത വചനത്തിൽ ഈശോ പറയാൻ തുടങ്ങി, ഈശോ അറിയിക്കാൻ തുടങ്ങുക. 1-ാമത്തെ പ്രവചനം ഈശോയുടെ: ഞാൻ കുരിശിൽ വധിക്കപ്പെടും, ഞാൻ കുരിശിൽ വധിക്കപ്പെടും, ഞാൻ പീഡ അനുഭവിക്കും, ഞാൻ കുരിശിൽ വധിക്കപ്പെടും, 3-ാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ഇത് കേട്ടുടനെ പത്രോസ് പറഞ്ഞു, കർത്താവേ, ഇത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. ഉടനെ ഈ പത്രോസിനെ ഈശോ എന്തു പേരാണ് വിളിക്കുന്നത്? എന്തു പേരാ വിളിക്കുന്നത്? സാത്താനെ. കുറച്ചു മുമ്പ് എന്താ ഈശോ ഈ പത്രോസിനെ വിളിച്ചത്? നീ സ്വർഗത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വെളിപ്പെടുത്തൽ കിട്ടിയതാണെന്ന്, നീ പാറയാണെന്ന്, ഇനി ആർക്കും നിന്നെ തൊടാൻ പറ്റില്ലെന്ന്, നരകവാടങ്ങൾ നിനക്കെതിരെ പ്രബലപ്പെടാൻ പോകുന്നില്ലെന്ന്.
ഇത് പറഞ്ഞ അതേ പത്രോസിനെ അടുത്ത സെന്റൻസിൽ, ഒരു സെന്റൻസേ കഴിഞ്ഞിട്ടുള്ളൂ, അടുത്ത സെന്റൻസിൽ ഈശോ വിളിച്ചു. എന്ത് വിളിച്ചു? പിശാചേ എന്ന്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എന്ന് വെച്ചാൽ നമ്മൾ ഈ മണിക്കൂറിൽ ധ്യാനിക്കാൻ പോകുന്നത്, ഇവിടെ ഇരിക്കുന്ന ഈ കൊച്ചു കുഞ്ഞുൾപ്പെടെ ഇവിടെ ഇരിക്കുന്ന ഏതൊരു പ്രായമായ വ്യക്തിയും ഓർക്കേണ്ട ഒരു കാര്യവിധ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ മുകളിൽ ദൈവം അനുഗ്രഹം നൽകിയിട്ടുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തെ, നിങ്ങളുടെ ദാമ്പത്യ ജീവിതമാകട്ടെ, നിങ്ങളുടെ കുടുംബ ജീവിതമാകട്ടെ, നിങ്ങളുടെ സമർപ്പിത ജീവിതമാകട്ടെ, എൻ്റെ പൗരോഹിത്യ ജീവിതമാകട്ടെ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ മുകളിൽ സ്വർഗം ഒരു അംഗീകാരം നൽകിയിട്ടുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ മുകളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം അതോടൊപ്പം നമ്മൾ ഓർക്കേണ്ട കാര്യമുണ്ട്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം അംഗീകരിച്ചതിൻ്റെയും ദൈവം ഇഷ്ടപ്പെട്ടതിൻ്റെയും ഒക്കെ മുകളിൽ അതിനെ തകർക്കാൻ നോക്കി നിൽക്കുന്ന തിന്മയുണ്ട്. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി, സ്വരം ഉയർത്തി. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുന്നു ആ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ദൈവം ഇഷ്ടപ്പെട്ടതിൻ്റെയും ദൈവം അംഗീകരിച്ചതിൻ്റെയും ദൈവം ആശീർവദിച്ചതിൻ്റെയും ദൈവം തൊട്ടതിനെയും നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന തിന്മയുടെ ശക്തി മുമ്പെന്നത്തേക്കാൾ ഇന്ന് പ്രബലമാണ്. ഹല്ലേലൂയ. അതാണ് മാർപ്പാപ്പ പറഞ്ഞത്, നമുക്ക് ചുറ്റും തിന്മയുടെ ശക്തിയുണ്ട്, നമുക്ക് ചുറ്റും തിന്മയുടെ ശക്തിയുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ വചനത്തെ ഗൗരവമായിട്ടെടുക്കണം. നമ്മൾ ഈ വചനത്തെ ഗൗരവമായിട്ടെടുക്കണം. ഞാനൊരിക്കൽ പോട്ടയാശ്രമത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, വചനം മുമ്പിൽ നിൽക്കുമ്പോൾ, അന്ന് ഞാൻ കുർബാനയ്ക്കിടയിൽ പറഞ്ഞത് തിന്മയുടെ ശക്തിയെക്കുറിച്ചാണ്. ഞാൻ ഇറങ്ങി വന്നപ്പോൾ ഒരു അമ്മ ഓടി വന്ന് എൻ്റെ അടുത്ത് വന്ന്, എൻ്റെ അച്ഛൻ പറഞ്ഞത് മുഴുവനും ശരിയാ, പിശാചുണ്ട്. അപ്പോൾ ഈ അമ്മച്ചിയുടെ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ ഈ അമ്മച്ചി ഇപ്പം പിശാചിനെ കണ്ടതുപോലെ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മച്ചിയുടെ സംസാരം കേട്ടിട്ട് പിശാചിനെ കണ്ടതുപോലെ ഉണ്ടല്ലോ. കണ്ടിട്ടുണ്ടോ? എല്ലാ ദിവസവും കാണുകയല്ലേ. അച്ഛൻ കണ്ടിട്ടില്ലേ? ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ല. അത് അച്ഛൻ കല്യാണം കഴിക്കാത്തത് കൊണ്ട് അങ്ങനെ പറയുന്നത്. കല്യാണം കഴിച്ച് നോക്കത്തിന് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞത് ആ പിശാചിനെ കുറിച്ചല്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ, ഇവിടെ ഇരിക്കുന്ന ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഉൾപ്പെടെ നമ്മുടെയൊക്കെ ഈശോ അനുഗ്രഹിച്ച ജീവിതമാണ് നമ്മുടേത്, ഈശോ ആശീർവദിച്ച ജീവിതമാണ് നമ്മുടേത്. നമ്മൾ ഓർക്കണം, അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഇത് നമ്മൾ അംഗീകരിക്കുന്നില്ല, നമുക്കറിയാൻ പറ്റുന്നില്ല. ഇവിടെ ഇരിക്കുന്ന ചിലപ്പോൾ എനിക്കറിയില്ല എൻ്റെ പൗരോഹിത്യത്തെ എത്രത്തോളം ദൈവം ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് എനിക്ക് ഇതുവരെയും ചിലപ്പോൾ മനസ്സിലായി കാണില്ല. ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ എത്രത്തോളം ദൈവം ആശീർവദിക്കുന്നുണ്ടെന്നും അനുഗ്രഹിക്കുന്നുണ്ടെന്നും നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാൻ പറ്റില്ല. പക്ഷെ ഇതറിയാവുന്ന ഒരു വ്യക്തിയുണ്ട്. അതാണ് നമ്മൾ കാണുന്നത്. ജോബിന്റെ പുസ്തകം 1:10. ജോബ് പറയുന്നൊരു കാര്യമുണ്ട്. എന്താ കുഴപ്പം? നീ അവനും അവന്റെ മക്കൾക്കും അവന്റെ വസ്തുവകൾക്കും ചുറ്റും വേലികെട്ടി സംരക്ഷണം നൽകുകയല്ലേ. ഹല്ലേലൂയ. ജോബിന് ചിലപ്പോൾ അറിയാൻ പറ്റിയിരുന്നില്ല ജോബിന്റെ ജീവിതത്തിൽ ദൈവം നൽകുന്ന ഈ സംരക്ഷണത്തെ കുറിച്ച്. പക്ഷെ പിശാച് പറയുന്നത് കേൾക്ക്, എന്താ പ്രശ്നം? നീ ജോബിനും ജോബിന്റെ കുടുംബത്തിനും ജോബിന്റെ മക്കൾക്കും വേലികെട്ടി സംരക്ഷണം നൽകുകയല്ലേ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലും ദൈവം സംരക്ഷണം നൽകുന്നുണ്ട് എന്ന് അറിയാവുന്ന ഒരു ശക്തി, അത് പിശാചാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഓർക്കേണ്ട, ഇന്ന് ഈ വചന ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ, ഈ നൈറ്റ് വിസിലിൽ നമ്മൾ നിൽക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നൽകുന്നൊരു മുന്നറിയിപ്പ്, ഈശോ പറഞ്ഞൊരു മുന്നറിയിപ്പ്, മക്കളെ, മുമ്പെന്നത്തേക്കാളും ജാഗരൂകത കാണിക്കുക. ദൈവം കൈവച്ച് ആശീർവദിച്ചതിനെയും ദൈവം ഇഷ്ടപ്പെട്ടതിനെയും ദൈവം അനുഗ്രഹിച്ചതിനെയും മുഴുവനും നശിപ്പിക്കാൻ വെമ്പൽ കൊണ്ടു നിൽക്കുന്ന ഒരു തിന്മയുടെ ശക്തിയുണ്ട്. പ്രിയപ്പെട്ടവരെ, അതാണ് സുവിശേഷം മുഴുവനും നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം. അതാണ് സുവിശേഷം മുഴുവനും നമുക്ക് പറഞ്ഞു തരുന്നൊരു കാര്യം. തിന്മയുടെ ശക്തി ദൈവമക്കളുടെ ജീവിതത്തിൽ ദൈവിക ഇടപെടൽ നഷ്ടപ്പെടുത്താൻ, ദൈവിക ഇടപെടലിന് തടസ്സം നിൽക്കാൻ തിന്മയുടെ ശക്തി പ്രവർത്തിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഏറ്റവും നല്ല ഉദാഹരണം ബൈബിളിൽ മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം. ഈശോ ആഗ്രഹിക്കുകയാണ് മറുകരയ്ക്ക് പോകാൻ. ആ മറുകരയിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഈശോ ചെയ്യുന്ന പ്രവൃത്തി, ഒരു പിശാച് ബാധിതനെ സുഖപ്പെടുത്തുകയാണ്, അവനെ ദൈവ മകനായിട്ട് മാറ്റുകയാണ്. ഒരു പിശാച് ബാധിതനെ ദൈവ മകനായിട്ട് മാറ്റുകയാണ് മറുകരയിൽ ചെല്ലുമ്പോൾ ഈശോ ചെയ്യുന്നത്. ഈ മറുകരയ്ക്ക് പോകാൻ വേണ്ടി മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ ആരംഭത്തിലെ വചനങ്ങളിലാണ് പിശാച് ബാധിതനെ സുഖപ്പെടുത്തുന്നത്. എന്നാൽ അതിന് തൊട്ട് മുമ്പത്തെ ചെറിയൊരു പാരഗ്രാഫ്, യേശു മറുകരയിലേക്ക് പോകുന്നു. അവിടെ എന്താ സംഭവിക്കുന്നത്? യേശു മറുകരയിലേക്ക് വഞ്ചിയിൽ യാത്ര ചെയ്യുന്നു. യേശു ഇതിനു മുമ്പ് പല പ്രാവശ്യം വഞ്ചിയിൽ കയറിയിട്ടുണ്ടെങ്കിലും ഇതുവരെ ഈശോയ്ക്ക് അനുഭവിക്കാൻ പറ്റാതിരുന്ന ഒരു പ്രതിസന്ധി, ഈശോയുടെ വഞ്ചി തകരുമാറ് കാറ്റിലും കോളിലും പെടുന്നു. ഹല്ലേലൂയ. എന്താ കാരണം? കാരണം ഈശോ മറുകരയിൽ പോകുന്നത് എന്തിനെന്ന് അറിയാവുന്നൊരു വ്യക്തിയുണ്ട്.
ഈശോ മറുകരയിൽ കാലുകുത്തിയാൽ ഇത്രനാളും സ്വന്തമായി വച്ചിരുന്ന ഒരു മനുഷ്യൻ, ഇത്രനാൾ പിശാച് അടിമപ്പെടുത്തിയിരുന്ന ഒരു മനുഷ്യൻ, ഇതാ അടുത്ത നിമിഷം ഈശോയുടെ പൈതലായിട്ട് മാറും. ഇതറിയാവുന്ന പിശാചിനൊരു നിർബന്ധമുണ്ട്, യേശു മറുകരയിൽ എത്തരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതിനാൽ ഈ വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ ഒരു ചിന്ത മാത്രം. പൗലോസ്ലീഹ പറഞ്ഞില്ലേ, മക്കളെ, ദാനമായി കിട്ടിയതല്ലാതെ എന്താ ഉള്ളത്? ദാനമായി കിട്ടിയതല്ലാതെ എന്താ ഉള്ളത് നമുക്ക്? ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് ഉറപ്പിച്ചും തറപ്പിച്ചും പറയാൻ പറ്റും, എൻ്റെ പൗരോഹിത്യം എൻ്റെ ഒരു യോഗ്യതയുടെയും ഫലമല്ല, അതെൻ്റെ ദൈവം നൽകിയ ദാനവാ. നിങ്ങൾ ഓർക്കണം, ഇവിടെ നിങ്ങളിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളൊരു വിവാഹ ജീവിതത്തിലാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, എത്രയോ പേരാണ് അൾത്താരയ്ക്ക് മുമ്പിൽ വിവാഹം നടക്കാൻ വേണ്ടി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്നത്. നിങ്ങളുടെ വിവാഹം, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ദാമ്പത്യം ദൈവം കണ്ട ഏറ്റവും വലിയ കൃപയുടെ വഴിയാ. നിങ്ങളുടെ വരുമാന മാർഗം, നിങ്ങളുടെ സാമ്പത്തിക മേഖല ഓർക്കണം. ഒരു കുടുംബം, എത്രയോ കുടുംബങ്ങളായി ഇന്ന് ഒരു വരുമാന മാർഗമില്ലാതെ സാമ്പത്തിക മേഖലയിൽ അസ്വസ്ഥത അനുഭവിക്കുന്ന കുടുംബങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു വരുമാന മാർഗമുണ്ട്. ഓർക്കണം, ഒരു കുഞ്ഞ് നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ ഇന്ന് അൾത്താരകളുടെ മുമ്പിൽ എത്രയോ അമ്മമാരുടെ, എത്രയോ സഹോദരിമാരുടെ കണ്ണുനീരാ വീഴുന്നത്. മക്കളില്ലാത്തതിൻ്റെ പേരിൽ എത്രയോ പേരുടെ കണ്ണുനീര് വീഴുന്നു. കെട്ടിച്ചുവിട്ട പെൺമക്കൾക്ക് മക്കളില്ല, ദാമ്പത്യ ജീവിതത്തിൽ മക്കളില്ല എന്ന് പറഞ്ഞ് കണ്ണുനീരൊഴുക്കുന്ന ദമ്പതികൾ. പ്രിയപ്പെട്ടവരെ, മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്. നമ്മുടെ ആരോഗ്യം നമ്മൾ ഓർക്കുക. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു കുഞ്ഞിന് 2 വയസ്സേ ഉള്ളൂ. 2 വയസ്സുള്ള കൊച്ചിന് ഇതാ ട്യൂമറാണ്, ഇനി മെഡിക്കൽ സയൻസിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുക. നമ്മൾ ഓർക്കുക, ഈ കുഞ്ഞും നമ്മളും തമ്മിലൊന്ന് കമ്പയർ ചെയ്യുക. നമുക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത്? എൻ്റെ പൗരോഹിത്യത്തിന് മുമ്പ്, തൊട്ടടുത്ത് 2 വർഷങ്ങൾക്ക് മുമ്പ് പൗരോഹിത്യം സ്വീകരിച്ചൊരു വൈദികൻ 2 ലെൻസിനും ക്യാൻസർ ആയിട്ട് നിൽക്കുന്നു എൻ്റെ തൊട്ടടുത്ത്. പ്രിയപ്പെട്ടവർ, എൻ്റെ ചോദ്യം, ഈ വൈദികനും ഞാനും തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത്? അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ദൈവം ഒരുപാട് അനുഗ്രഹം നൽകുന്നുണ്ട്. ഈ ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളെ മുഴുവനും നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു തിന്മയുടെ ശക്തി ഉണ്ട്. വലതുകരം ഉയർത്തി, സ്വരം ഉയർത്തി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചത്. മാർപ്പാപ്പ ഓർമ്മിപ്പിച്ച കാര്യം ഇതാണ്, ഇതാ നമുക്ക് ചുറ്റും തിന്മയുടെ ശക്തിയുണ്ട്, അത് ശക്തമാണ്. പ്രിയപ്പെട്ടവരെ, ഈ തിന്മയുടെ ശക്തി ശക്തമായി നിൽക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം, ആരെയാണ് ഈ തിന്മയുടെ ശക്തി തൊടുന്നത്? തിന്മയുടെ ശക്തി എങ്ങനെയാണ് ഒരു വ്യക്തിയിൽ കടന്നു വരുന്നത്? തിന്മയുടെ ശക്തിയെ എങ്ങനെ നമുക്ക് മാറ്റാം? ഒന്ന്, പ്രിയപ്പെട്ടവരെ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ദൈവം പറയുന്നത് അനുസരിക്കുക. ഹല്ലേലൂയ. അതാണ് ഈശോ പറയുന്നത്, പിതാവേ, അങ്ങ് എനിക്ക് നൽകിയ വചനം ഞാൻ അവർക്ക് നൽകി. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദൈവം പറയുന്നത് അനുസരിക്കുക. ദൈവം പറയുന്നിടത്തേ നിൽക്കാവൂ. ദൈവം അരുത് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യാൻ ശ്രമിക്കരുത്. ഈ രാത്രിയിൽ എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. കാരണം ഇന്ന് ദൈവത്തിൻ്റെ വചനം ധിക്കരിക്കുന്നതാണ് പല കുടുംബങ്ങളും അപ്രതീക്ഷിതമായി തകരാൻ കാരണം. പല കുടുംബങ്ങളും പ്രതീക്ഷിക്കാത്ത രീതിയിൽ താളം തെറ്റാൻ കാരണം. സാമ്പത്തിക മേഖലയിൽ, ദാമ്പത്യ ജീവിതത്തിൽ, കുടുംബ ബന്ധങ്ങളിൽ, സമർപ്പിത ജീവിതത്തിൽ, പൗരോഹിത്യ ജീവിതത്തിൽ പലരും തകർന്നു പോകാൻ കാരണം ദൈവത്തെ അനുസരിക്കുന്നില്ല, ദൈവവചനം അനുസരിക്കുന്നില്ല, ദൈവഹിതം മറക്കുന്നു. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി, സ്വരം ഉയർത്തി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏറ്റവും നല്ല ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കുക, ഈശോ പറഞ്ഞു നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. ഈശോ പറഞ്ഞു നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. എന്നാൽ എന്ത് സംഭവിച്ചു? ഇതാ ഈശോയുടെ മരണം കഴിഞ്ഞപ്പോൾ പത്രോസിലും കൂട്ടുകാരിലും പിശാച് ആകുലത കൊണ്ടുവന്നു. എന്ത് സംഭവിച്ചു? യേശുവിൻ്റെ മരണം കഴിഞ്ഞപ്പോൾ പത്രോസും കൂട്ടുകാരിലും പിശാച് ആകുലത കൊണ്ടുവന്നു. പത്രോസ് പറഞ്ഞു ഞാൻ മീൻ പിടിക്കാൻ പോവുകയാ. അവർ തിബേരിയൂസിന്റെ തീരത്ത് മീൻ പിടിക്കാൻ പോയി. യോഹന്നാൻ 21 നമ്മൾ ധ്യാനിച്ചോ? ഒരു രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും അവർക്കൊന്നും കിട്ടിയില്ല. ഹല്ലേലൂയ. കാരണം എന്താ? കാരണം ഇത്രയേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, അവരോട് വ്യക്തമായി ഈശോ പറഞ്ഞിരുന്നു നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. ഇപ്പോൾ അവർ നിൽക്കുന്നത് എവിടെയാ? ഇപ്പോൾ അവർ നിൽക്കുന്നത് തിബേരിയൂസിൽ, ഗലീലിയിൽ തിബേരിയൂസിൽ. പ്രിയപ്പെട്ടവരെ, മീൻ പിടിക്കാൻ എന്തു പറ്റി? അവരുടെ അധ്വാനം പാഴായിപ്പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും നമ്മൾ കാണുന്ന ഒരു സംഭവമുണ്ട്. ഇതാ ദൈവം പറഞ്ഞു മക്കളെ,
ഈ വൃക്ഷത്തിന്റെ പഴം മാത്രം പറിക്കരുത്. എന്നാൽ എന്താ പിശാച് പറഞ്ഞത്? ഇത് പറിക്കുക. ദൈവം അരുതെന്ന് പറഞ്ഞത് ചെയ്യിപ്പിക്കുന്ന വ്യക്തിയാണ് പിശാച്. ദൈവം എന്തൊക്കെ അരുതെന്ന് പറഞ്ഞോ അതെല്ലാം പ്രിയപ്പെട്ടവരെ നിനക്ക് അത്യാവശ്യമാണെന്നും നിനക്ക് നന്മയാണെന്നും എന്ന നുണ പറയുന്ന വ്യക്തിയാണ് പിശാച്. എന്താ പിശാച് പറഞ്ഞത്? ഈ പഴം പറിക്കുക, ഈ പഴം പറിക്കുക. വീണ്ടും നമ്മളൊന്ന് ധ്യാനിക്കണം. എന്താണ് ലോത്തിന്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത്? ഇതാ ദൈവം വലിയ വിപത്തിൽ നിന്ന്, അപകടത്തിൽ നിന്ന് കൈക്ക് പിടിച്ചൊരു കുടുംബത്തെ ഇറക്കിക്കൊണ്ടു പോവുകയാണ്. ഒരു കുടുംബത്തെ, ഇഷ്ടപ്പെട്ട ഒരു കുടുംബത്തെ ദൈവം കൈക്ക് പിടിച്ച് അപകടത്തിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോകുമ്പോൾ ആ കുടുംബത്തിലെ കുടുംബനാഥയോട് പറഞ്ഞു, മോളെ നീ ഒരു കാരണവശാലും തിരിഞ്ഞു നോക്കരുത്. അവള് തിരിഞ്ഞു നോക്കി. ദൈവം നോക്കരുത് എന്ന് പറഞ്ഞിടങ്ങളിലേക്ക് അവൾ നോക്കി. അടുത്ത വചനം ശ്രദ്ധിക്കുക. അവൾ ആ നിമിഷം ഉപ്പുതൂണായിപ്പോയി. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി, സ്വരമുയർത്തി ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എന്തേ നമ്മുടെ ചില ജീവിതങ്ങൾ, ചില കുടുംബങ്ങൾ ഉപ്പുതൂണ് സമാനം ഒരു നന്മയുമില്ലാതെയായി മാറുന്നു? കാരണം ദൈവം നോക്കരുത് എന്ന് പറഞ്ഞിടങ്ങളിലേക്ക് നമ്മൾ നോക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവർ, അതുകൊണ്ടാണ് വചനം പറയുന്നത്, നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നിനക്കൊരു സ്വരം ലഭിക്കുന്നുണ്ട്, ഇതാണ് വഴി, ഇതിലേ പോവുക. ഇവിടെ നിങ്ങൾ ഓർക്കുക, നിങ്ങൾ യേശുവിൽ മാമോദീസ സ്വീകരിച്ചപ്പോൾ, യേശുവിനെ നിങ്ങൾ സ്വീകരിച്ചപ്പോൾ നമ്മളിൽ എല്ലാവരും എന്തുണ്ട്? പരിശുദ്ധാത്മാവുണ്ട്. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ഏതൊരു വ്യക്തിയിലും പരിശുദ്ധാത്മാവുണ്ട്. ഞാനൊരു പുരോഹിതനാണെങ്കിൽ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ എനിക്ക് പൗരോഹിത്യം എന്ന അഭിഷേകം കിട്ടിയപ്പോൾ എനിക്ക് പരിശുദ്ധാത്മാവുണ്ട് എൻ്റെ ജീവിതത്തിൽ. നിങ്ങളൊരു ദാമ്പത്യ ജീവിതത്തിലാണെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ പരിശുദ്ധാത്മാവുണ്ട്. നീ ഒരു ക്രൈസ്തവ ജീവിതത്തിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ നിനക്ക് പരിശുദ്ധാത്മാവുണ്ട്. ഈ പരിശുദ്ധാത്മാവ് നിന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, മോനെ ഇതല്ല വഴി, ഇതിലേ പോവുക. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും പ്രിയപ്പെട്ടവരെ? എന്നാൽ നമ്മൾ ദൈവം അരുതെന്ന് പറഞ്ഞ, ദൈവം പോകരുത് എന്ന് പറഞ്ഞ ഇടങ്ങളിലേക്ക് ഇന്ന് ഒരുപാട് വ്യക്തികളും കുടുംബങ്ങളും പോകുന്നു. ഇന്ന് പല കുടുംബങ്ങൾക്കും, പൗരോഹിത്യങ്ങൾക്കും, പല ദാമ്പത്യ ജീവിതങ്ങൾക്കും, പല സമർപ്പിത ജീവിതങ്ങൾക്കും കടന്നു വരുന്ന നാശവിധാണ് ദൈവം അരുത് എന്ന് പറഞ്ഞ ഇടങ്ങളിലേക്ക് നമ്മൾ പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ അടുത്തൊരു കുടുംബനാഥൻ വന്നു. ഈ കുടുംബനാഥൻ സാമാന്യം നല്ല രീതിയിൽ വിദേശത്ത് ബിസിനസ് ചെയ്യുന്ന ഒരു മനുഷ്യൻ. എൻ്റെ അടുത്ത് മാത്രമല്ല ഈ മനുഷ്യൻ വന്നത്, മാത്യു നായിക്കാൻ പറമ്പിലിടത്തും ഈ മനുഷ്യൻ വന്നു. ഈ മനുഷ്യൻ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പോകുന്ന ബിസിനസ് മതി. അച്ഛൻ വ്യക്തമായിട്ട് പറഞ്ഞു, ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ച്, ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി വചനം എടുത്തപ്പോൾ കുടുംബനാഥയോട് ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, 1.5 വർഷം മുമ്പ്, ചേച്ചി ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് നിർത്താനാണ് ഈശോ ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് നിർത്താനാണ് ഈശോ ആവശ്യപ്പെടുന്നത്. ഈ ഭാര്യ ചെന്ന് കണ്ണുനീരോടെ ഭർത്താവിനോട് പറയുന്നുണ്ട്, ഇതാണ് കേട്ടോ പോട്ടയാശ്രമത്തിൽ അച്ഛന്മാർ പറഞ്ഞത്, ഇതാണ് കേട്ടോ പോട്ടയാശ്രമത്തിൽ അച്ഛന്മാർ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, എണ്ണിക്കോ, 1 വർഷം കഴിഞ്ഞില്ല, 1 വർഷം കഴിഞ്ഞില്ല. ഇന്ന് ആ കുടുംബനാഥൻ പ്രിയപ്പെട്ടവരെ ശിക്ഷ അനുഭവിച്ചുകൊണ്ട് ജയിലിൽ കിടക്കുകയാണ് വിദേശത്ത്. ഇന്ന് ആ കുടുംബനാഥൻ വിദേശ ജയിലിൽ കിടക്കുമ്പോൾ സകല സ്വത്തുക്കളുടെയും മേൽ ബാങ്ക് ആധിപത്യം പുലർത്തി ആ കുടുംബനാഥനെ പാപ്പരായിട്ട് നിർത്തുമ്പോൾ 1 രൂപ പോലും ഇല്ലാതെ ആ കുടുംബം അസ്വസ്ഥപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവരോർക്ക് എന്താ സംഭവിച്ചത്? ആ കുടുംബനാഥനോട് വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇത് വഴിയല്ല, ഇപ്പോൾ പോകുന്ന വഴി ശരിയല്ല. പ്രിയപ്പെട്ടവരെ, ഇത് പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അതിനേക്കാൾ സുന്ദരമായ കാഴ്ചകൾ പ്രിയപ്പെട്ടവരെ പിശാച് കാണിച്ചു തരുന്നുമുണ്ട്. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി, സ്വരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഏതൊരു വ്യക്തിയും ഓർക്കേണ്ട ഒരു കാര്യവധ, ഏതൊരു വ്യക്തിയും ഓർക്കേണ്ട കാര്യം, നമ്മൾ ദൈവം പറയുന്നിടത്ത് നിൽക്കണം. എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഞാൻ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നിങ്ങൾ ദൈവം പറയുന്നിടത്ത് നിൽക്കണം. ദൈവം പറയുന്നിടത്ത് നിൽക്കുമ്പോഴേ ദൈവത്തിന് നമ്മെ സംരക്ഷിക്കാൻ പറ്റൂ, ദൈവത്തിന് നമ്മുടെ മേൽ ഇടപെടാൻ പറ്റൂ, ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റൂ. മറിച്ച് നമ്മൾ പോയി പിശാച് പറയുന്നിടത്ത് നിന്നാൽ അവിടെ പ്രവർത്തിക്കുന്നത് പിശാചാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നു. ഇവളൊരു സ്നേഹബന്ധത്തിലാണ്. ആരൊക്കെ പറഞ്ഞിട്ട് ഇവൾ ഇതിൽ നിന്ന് മാറാനൊന്നും ഉദ്ദേശമില്ല. ഇവൾ അതിൽ അടിമപ്പെട്ടു നിൽക്കുകയാണ്. ഞാനോട് പറഞ്ഞു, ഞാനൊരു കാര്യം നിന്നോട് ചോദിച്ചാൽ നീ സത്യസന്ധമായ ഉത്തരം പറയുമോ?
ഇപ്പോൾ നിന്റെ മാതാപിതാക്കൾ പറയുന്നു മോളെ ഈ ബന്ധം ശരിയല്ല എന്ന്. നിന്റെ വികാരിയച്ഛൻ പറയുന്നു മോളെ ഈ ബന്ധം ശരിയല്ല എന്ന്. ഇപ്പോൾ ധ്യാനത്തിൽ കേൾക്കുന്നു ഈ ബന്ധം ശരിയല്ല എന്ന്. നീ വികാരിയച്ഛനെ വിട്, മാതാപിതാക്കളെ വിട്, ധ്യാനം വിട്. ഈ ബന്ധം ആരംഭിച്ചപ്പോൾ നിന്റെ ഉള്ളിൽ മോളെ ഇങ്ങനൊരു തോന്നലുണ്ടായോ? ഇത് വേണ്ട കേട്ടോ മോളെ, ഇത് നിനക്ക് നല്ലതല്ല, ഈ തോന്നൽ നിനക്കുണ്ടായോ മോളെ? ഞാനോട് ചോദിച്ചു. നീ ഈ ബന്ധത്തിൽ ആദ്യമായിട്ട് നീ ബന്ധം നിനക്ക് നല്ലതാണെന്ന് തോന്നിയപ്പോൾ നിന്റെ മനസ്സിൽ ഇത് ശരിയല്ല കേട്ടോ, ഇത് നീ ഉപേക്ഷിക്കണം, ഇത് നിനക്ക് അപകടമാണ്, ഒരു തോന്നൽ മോളെ നിനക്കുണ്ടായോ? അവൾ പറഞ്ഞു, അച്ഛാ ഒന്നല്ല അച്ഛാ, ഒരു 100 പ്രാവശ്യം എൻ്റെ മനസ്സിൽ തോന്നി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ആരാ പറഞ്ഞത്? അവളുടെ മാതാപിതാക്കൾ പറഞ്ഞതും വികാരിയച്ഛൻ പറഞ്ഞതും ധ്യാനഗുരു പറഞ്ഞതും എല്ലാം രണ്ടാം തലം. അവളുടെ ഒന്നാമത്തെ തലത്തിൽ അവളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, ആ പെൺകുട്ടിയെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, ആ പെൺകുട്ടിക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന പദ്ധതികൾ അറിയാവുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, മോളത് ശരിയല്ല. ഇത് പറയുന്നുണ്ട് നമ്മുടെയൊക്കെ ഉള്ളിൽ. നമ്മൾ ദൈവത്തിന്റെ മുമ്പിൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥനയിൽ ഈശോയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്കെല്ലാം ഈ തോന്നൽ കിട്ടുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഒരു കുടുംബനാഥൻ ഓർക്കണം, നിങ്ങളൊരു ബിസിനസ് ആരംഭിക്കും. നമ്മൾ ബിസിനസ് ഇന്നിപ്പോൾ അറിയാം, ഇന്ന് ചില കുടുംബങ്ങൾ നമുക്കറിയില്ലേ, ഒരു മനുഷ്യൻ ഡിവൈനിൽ വന്ന് താമസിക്കുന്നുണ്ട്. 40ഓളം പ്രോപ്പർട്ടികൾ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ ഇന്ന് പ്രിയപ്പെട്ടവരെ വാടക വീട്ടിൽ ഒരു 3500 രൂപ വാടക കൊടുക്കാനില്ലാതെ ഈ മനുഷ്യനും കുടുംബവും നട്ടം തിരിയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അച്ഛാ ഇപ്പോഴാ അച്ഛാ ഞാൻ വചനം കേൾക്കുന്നത്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ദൈവവചനം കേട്ടില്ല. പ്രിയപ്പെട്ടവരെ, എനിക്ക് പറഞ്ഞു തരാനുള്ളത് ഈ രാത്രിയിൽ ഇതാണ്, നമ്മൾ ദൈവത്തിൻ്റെ ഹിതം അന്വേഷിക്കുക, ദൈവഹിതം പ്രകാരം നിൽക്കുക. വലതുകരം ഉയർത്തി, സ്വരം ഉയർത്തി, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കഴിഞ്ഞ ജനുവരി 1 ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞു, ഒരു മരണത്തിൽ പങ്കെടുക്കുകയാണ്. മരണം ഇതാണ്, ഏകമകൻ ബൈക്ക് ആക്സിഡന്റിൽ മരിച്ചു. ആ മകൻ്റെ മരണത്തിൽ ഞാൻ പങ്കെടുക്കുകയാണ്. ആ മകൻ്റെ മരണത്തിൽ പങ്കെടുക്കുമ്പോൾ ഈ മകൻ്റെ ശവപ്പെട്ടിക്കടുത്തിരുന്ന ഒരു അമ്മ കരയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. മോനെ, നീ ബൈക്കും എടുത്തുകൊണ്ട് പോകാൻ ഇറങ്ങിയപ്പോൾ ഞാൻ കാല് പിടിച്ച് പറഞ്ഞതല്ലേ ഇപ്പോൾ പോകണ്ട, നമുക്ക് പാതിരാ കുർബാനയ്ക്ക് പോകാമെന്ന്. ഈ അമ്മ വാവിട്ട് കരയുക, എൻ്റെ മോനെ, നീ ബൈക്കും എടുത്തുകൊണ്ട് ഇറങ്ങിയപ്പോൾ ഞാൻ കാല് പിടിച്ച് പറഞ്ഞതല്ലേ ഇപ്പോൾ പോകണ്ട, നമുക്ക് പാതിരാ കുർബാനയ്ക്ക് പോകാമെന്ന്. ഈ അമ്മ പിന്നെ പാതിരാ കുർബാന കഴിഞ്ഞ് കാണുന്നത് തല പൊളിഞ്ഞു കിടക്കുന്ന ഏക മകന്റെ ശവമാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ മകനോട് ദൈവം സംസാരിച്ചില്ലേ? ഈ മകനോട് ദൈവം സംസാരിച്ചോ ഇല്ലയോ? സംസാരിച്ചു. ആ മകനോട് സംസാരിക്കുന്ന ഏറ്റവും നല്ല വഴിയാണ് അവന്റെ മാതാപിതാക്കൾ. ഇവിടെ ഇരുന്നൊരു കുഞ്ഞു വചനം കേൾക്കുന്നുണ്ടെങ്കിൽ, ഈ വചന ശുശ്രൂഷയിൽ ഒരു കുഞ്ഞു പങ്കെടുക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ ഓർക്കുക, ആ കുട്ടിയുടെ മാതാപിതാക്കളിലൂടെ ദൈവം സംസാരിക്കുന്നുണ്ട് ആ കുട്ടിക്ക് വേണ്ടി. ഇന്ന് മാതാപിതാക്കൾ പറയുന്നത് മുഴുവനും തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട്, മാതാപിതാക്കളെ എനിക്കെതിരാന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഓർക്ക് അപകടമല്ല വരുന്നത്. ഒരു കുഞ്ഞിന് വേണ്ടി ആ കുഞ്ഞിന്റെ മാതാപിതാക്കളിലൂടെ ദൈവം സംസാരിക്കുന്നുണ്ട്. ഒരു കുഞ്ഞിനു വേണ്ടി കൈ ഉയർത്തി കരം വിരിച്ച് മുട്ടിന്മേൽ നിൽക്കുന്ന ഒരു അപ്പനിലൂടെ, ഒരു അമ്മയിലൂടെ തീർച്ചയായിട്ടും സംസാരിക്കുന്നുണ്ട് തമ്പുരാൻ. ഇത് മനസ്സിലാക്കണം. വലതുകരം ഉയർത്തി, സ്വരം ഉയർത്തി, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം പരിശുദ്ധാത്മാവിന്റെ, നമ്മുടെ തമ്പുരാൻ ഒരൊറ്റ ആഗ്രഹമുണ്ട്, ഒരാൾ പോലും നഷ്ടപ്പെട്ടു പോകരുത്. അതുകൊണ്ട് നമ്മളൊക്കെ ഓർക്കുക, നമ്മളൊക്കെ ദൈവം ആഗ്രഹിക്കാത്തൊരു വഴിയിലേക്ക് പോകുമ്പോൾ, അത് എൻ്റെ പൗരോഹിത്യ ജീവിതമാണെങ്കിലും നിങ്ങളുടെ ദാമ്പത്യ ജീവിതമാണെങ്കിലും, ദൈവം ആഗ്രഹിക്കാത്തടത്തേക്ക് പോകുമ്പോൾ 100 വട്ടം കാല് പിടിച്ച് പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട് ഇത് തെറ്റാണ്. പക്ഷെ നമ്മൾ കേൾക്കുന്നില്ല. നമ്മൾ കേൾക്കാത്ത അപകടം. ഇവിടെ ഒരു ദമ്പതികൾ ഇരിപ്പുണ്ടെങ്കിൽ ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ദൈവം കാണുന്ന ഒരു സ്വപ്നമുണ്ട്. ആ സ്വപ്നത്തെ മുഴുവനും മറന്നുകൊണ്ട് ദാമ്പത്യ ജീവിതത്തിൽ പോകാൻ പാടില്ലാത്തിടങ്ങളിലേക്ക് ഒരു ഭർത്താവെ, ഭാര്യയെ, നീ പോകുമ്പോൾ നിന്റെ ചെവിയിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നില്ലേ? സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് നാളെ സകലതും നശിപ്പിച്ച് നീ നിൽക്കുമ്പോൾ നിനക്ക് എന്ത് ന്യായീകരണമുള്ളത്? നീ ഓർക്കണം, അൾത്താരയ്ക്ക് മുമ്പിൽ വെച്ച് തമ്പുരാൻ ആശീർവദിച്ചൊരു ദാമ്പത്യ ജീവിതത്തിൽ നീ നിൽക്കുന്ന അത്രയും കാലം, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ രാത്രിയിൽ നിന്റെ ദാമ്പത്യ ജീവിതത്തിൽ ദൈവം സംസാരിക്കുന്നുണ്ട്. നിന്റെ ദാമ്പത്യ ജീവിതം തകരാൻ തമ്പുരാൻ ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ.
വലതുകരം ഉയർത്തി, സ്വരമുയർത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ എന്താ ഇന്ന് സംഭവിക്കുന്നത്? അനേകം സമർപ്പിതർക്ക്, ഞാൻ മാറ്റി നിർത്തുകയല്ല, അനേകം സമർപ്പിതർക്ക്, അനേകം പുരോഹിതർക്ക്, അനേകം ദാമ്പത്യ ജീവിതം നയിക്കുന്ന സഹോദരങ്ങൾക്ക് സംഭവിക്കുന്ന കാര്യം എന്താ? തമ്പുരാൻ അരുത് എന്ന് പറഞ്ഞത്, തമ്പുരാൻ വേണ്ട എന്ന് പറഞ്ഞത്, തമ്പുരാൻ പാടില്ല എന്ന് പറഞ്ഞത് നമ്മൾ വേണമെന്ന് വയ്ക്കുന്നു. എത്രയോ മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. യൂദാസിനോട് പറഞ്ഞില്ലേ, കൂടെ ഇരിക്കുന്ന നിങ്ങളൊരാൾ എന്നെ ഒറ്റിക്കൊടുക്കും, എന്നോടൊപ്പം ഈ പാത്രത്തിൽ കൈമുക്കുന്നവൻ എന്നെ ഒറ്റിക്കൊടുക്കും. എന്തേ നമ്മളിത് കേൾക്കാതെ പോകുന്നു? എനിക്കത് മാത്രമോ ചോദ്യം. ഇവിടെ ഒരു തിന്മയും ശക്തിപ്പെടില്ല പ്രിയപ്പെട്ടവരെ. ഒരു തിന്മയ്ക്കും ശക്തിയില്ല. എപ്പോഴും പനക്കിലച്ചൻ പറയാറുണ്ട്, നമ്മുടെ ഉള്ളിലുള്ളവൻ പുറമേ ഉള്ളവനേക്കാൾ ശക്തനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പനക്കിലച്ചൻ എപ്പോഴും ആൾക്കാരോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അച്ഛൻ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന ഒരു വചനമായത്, മക്കളെ, നമ്മുടെ ഉള്ളിലുള്ളവൻ പുറമേ ഉള്ളവനേക്കാൾ ശക്തനാണ്. വലതുകരം ഉയർത്തി, സ്വരമുയർത്തി. ഹല്ലേലൂയ. ശക്തിയോടെ കരമടിച്ച് ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ബോധ്യത്തിലേക്ക് നമ്മൾ കടന്നു വരിക. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ദൈവം ആഗ്രഹിക്കാത്തിടങ്ങളിലാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ കുടുംബം, എൻ്റെ ജീവിതം പോകുന്നത് ദൈവവചനത്തിനെതിരാണെങ്കിൽ, ഞാൻ തിരിച്ചറിയേണ്ടതും ഞാൻ തീരുമാനമെടുക്കേണ്ടതും ദൈവിക പദ്ധതിയിലേക്ക് കടന്നു വരാനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളോടെല്ലാം, ഇത് ധ്യാന കേന്ദ്രത്തിലിരിക്കുന്ന കൗൺസിലേഴ്സിനോടല്ല, വെറുതെയാ. ധ്യാന കേന്ദ്രത്തിലിരിക്കുന്ന കൗൺസിലേഴ്സിനോടല്ല, നമ്മളോട് പറയുന്നുണ്ട് കൃത്യമായി നിങ്ങൾ പ്രാർത്ഥിച്ചോ. ഞാൻ ഉറപ്പ് തരുന്നു, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയോ ദൈവം നൽകിയ വരുമാന മാർഗത്തിന് വേണ്ടിയോ നിങ്ങൾ കൈകൂപ്പി ഒരു നിമിഷം കുർബാനയുടെ മുമ്പിൽ നിന്ന് നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയുടെ സ്ഥലത്ത് നിന്നുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചോ, ഞാൻ ഉറപ്പ് തരാം, നിങ്ങളുടെ കുടുംബത്തോട് ദൈവം സംസാരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ നമുക്ക് വേണ്ടത്. ഇതാണ്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, എത്ര അപകടമാണ്. ഞാനൊരു യുവാവിൻ്റെ കഥ പറഞ്ഞു. അവൻ മരിച്ചു ബൈക്ക് ആക്സിഡൻറ്റിൽ. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഒരു രണ്ട് യുവാക്കൾ വന്നിരിക്കുക ബൈക്ക് ബെഞ്ചിരിക്കാൻ വേണ്ടി. അവർ രണ്ടുപേരും കോളേജിൽ പഠിക്കുന്നവരാ. രണ്ടുപേരും കൊണ്ടുവന്നിരിക്കുന്ന ബൈക്ക് 1.25 ലക്ഷം രൂപ വിലയുള്ളതാ. ഇന്ത്യൻ റോഡുകൾക്ക് ഉപയോഗിക്കാനേ പറ്റാത്ത അത്ര ഓവർ സ്പീഡിൽ പോകുന്ന ബൈക്ക്. ഞാൻ പറഞ്ഞു, എൻ്റെ മക്കളെ, ഇത് ഞാൻ ബെഞ്ചിരിച്ച് തരികയില്ല. ഇവരുടെ അപ്പനെ അമ്മയെ ഞാൻ വിളിച്ചു വരുത്തി. എന്തിനാ ഇത് ചെയ്തത്? നിങ്ങൾ ഈ ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കൾക്ക് എന്തിനാ 1.25 ലക്ഷത്തിന്റെ ബൈക്ക്? ഈ നാട് മുഴുവനും എത്രയോ പത്രവാർത്തകളിൽ കേട്ടു, എത്രയോ കുട്ടികളുടെ, എത്രയോ യുവാക്കളുടെ ജീവൻ അറ്റുപോയത്. എന്നിട്ടും ഇതെന്തിനാ മേടിച്ചു കൊടുത്തത്? അപ്പോൾ ഈ മാതാപിതാക്കൾ പറഞ്ഞു, അതില്ലെങ്കിൽ കോളേജിൽ പോകില്ല. അപ്പോൾ എൻ്റെ അടുത്ത് നിന്നൊരു ചേട്ടൻ, ഇത് കേട്ടുകൊണ്ടൊരു മനുഷ്യൻ നിൽപ്പുണ്ടായിരുന്നു. ഇദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞൊരു തമാശ, വേദനിപ്പിക്കുന്ന തമാശയാണ്. അച്ഛൻ, ഒരു കാര്യം കൂടി പറഞ്ഞു കൊടുക്കുന്നത് നല്ലതാണ്. ഈ 2 ലക്ഷം രൂപയുടെ ബൈക്ക് മേടിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ആ മകൻ്റെ പേരിൽ ഒരു ലൈഫ് ഇൻഷുറൻസ് പോളിസി 50 ലക്ഷത്തിന് എടുത്തു കഴിഞ്ഞാൽ 3 മാസം കഴിയുമ്പോൾ അപ്പന് 48 ലക്ഷം രൂപ ലാഭം കിട്ടും. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം, ഒരു 11ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ ഡിഗ്രിക്ക് കയറുന്ന +1 +2 പഠിക്കുന്ന ഒരു കുട്ടിക്ക് 34,000 രൂപയുടെ മൊബൈൽ മേടിച്ചു കൊടുക്കുമ്പോൾ, ലക്ഷങ്ങളുടെ ബൈക്ക് മേടിച്ചു കൊടുക്കുമ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കണം, ഇത് ദൈവഹിതമാണോ? ഇത് ദൈവസ്വരമാണോ? പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയുക. എന്ന് വെച്ചാൽ നമ്മൾ ഓർക്കേണ്ട കാര്യം, ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് നിൽക്കുക. വലതുകരം ഉയർത്തി, സ്വരം ഉയർത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് വചനം പറയുന്നത്, ലോത്തിന്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത് ഓർക്കുക. പ്രിയപ്പെട്ടവരെ, അതിനാൽ ഈ വചന ശുശ്രൂഷയിൽ നിൽക്കുമ്പോൾ ആദ്യം എനിക്ക് പറഞ്ഞു തരാനുള്ള കാര്യം ഇതാണ്. നമുക്ക് ചുറ്റും നമ്മുടെ ജീവിതത്തെ, നമ്മുടെ കുടുംബത്തെ ദൈവം ഒരുപാട് അനുഗ്രഹിച്ച, ദൈവം ഒരുപാട് ഇഷ്ടപ്പെട്ട നമ്മുടെയൊക്കെ ജീവിതത്തെ നശിപ്പിക്കാൻ ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരു തിന്മയുടെ ശക്തിയുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ തിന്മയുടെ ശക്തി നമ്മളെ തൊടാതിരിക്കണമെങ്കിൽ നമ്മൾ ദൈവം പറഞ്ഞെടുത്ത് നിൽക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം ഇതാണ്. യോഹന്നാൻ 15, നിങ്ങൾ എന്നോട് ചേർന്ന് നിൽക്ക്, ഞാൻ നിങ്ങളോടും ചേർന്ന് നിൽക്കും. ഹല്ലേലൂയ. 2, ഒരു വ്യക്തി എടുക്കേണ്ട തീരുമാനം, ഈശോയോട് ചേർന്ന് നിൽക്കുക. ഹല്ലേലൂയ. എന്നും നമ്മുടെ ജീവിതത്തെ, ഞാനൊരു പുരോഹിതനാണെങ്കിൽ ഞാനെന്ന പൗരോഹിതത്തെ, നിങ്ങളൊരു കുടുംബജീവിതത്തിലാണെങ്കിൽ നിങ്ങൾ ആ കുടുംബജീവിതത്തെ, നിങ്ങളൊരു അപ്പനോ അമ്മയോ ആണെങ്കിൽ ദൈവം നിങ്ങൾക്ക് കുഞ്ഞിനെ എന്നും ഈശോയോട് ചേർത്ത് നിർത്തുക. നീ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ എന്നും നീ എന്ന ആ വിശുദ്ധമായ ജീവിതത്തെ എന്നും ഈശോയോട് ചേർത്ത് നിർത്തുക.
ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾ എന്നോട് ചേർന്ന് നിൽക്കുക, ഞാൻ നിങ്ങളോടും ചേർന്ന് നിൽക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കേണ്ട കാര്യം, ഈശോ പറഞ്ഞു നിങ്ങൾ ലോകത്തിലാണ്, തിന്മയുണ്ടാകേണ്ടതാണ്. എന്നിട്ട് ഈശോ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ എന്നോട് ചേർന്ന് നിൽക്ക്. എന്നോട് ചേർന്ന് നിന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു എന്ന് കൂടി ഈശോ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത് മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടും, അത് ഉണങ്ങിപ്പോകും. ഇന്ന് അനേകം കുടുംബങ്ങൾ, അനേകം ദൈവം അനുഗ്രഹിച്ചതും ദൈവം ആശീർവദിച്ചതുമായ അനേകം കുടുംബങ്ങൾ നശിക്കാനുള്ളൊരു കാരണം ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുത്തി. ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുത്തി. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി, സ്വരം ഉയർത്തി. ഹല്ലേലൂയ. കുറച്ച് നാൾ മുമ്പ് ഒരു ഭർത്താവും ഭാര്യയും, പ്രിയപ്പെട്ടവരെ, അവരുടെ വിവാഹമായിരുന്നു. അവരുടെ വിവാഹം കഴിഞ്ഞ് ഉണ്ടായൊരു സംഭവം. അപ്പോൾ ഈ പെൺകുട്ടിയെ എനിക്ക് നല്ല പരിചയമാണ്, അവളെ കെട്ടിയ ചെറുക്കനെയും എനിക്ക് പരിചയമാണ്. അപ്പോൾ ഇവരെന്നോട് പറഞ്ഞു, അച്ഛാ ഞങ്ങളുടെ വിവാഹത്തിന് വരണം, ഞങ്ങൾക്കൊരു വിവാഹ സന്ദേശം നൽകണം, അച്ഛൻ ഞങ്ങളുടെ വിവാഹത്തിൽ പ്രസംഗം പറയണമെന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും വരാൻ ശ്രമിക്കാം, എൻ്റെ സാഹചര്യം എനിക്കറിയില്ല. പക്ഷേ മലബാറിൽ വരെ വരേണ്ടതുള്ളത് കൊണ്ട് അവരുടെ വിവാഹം ഒരു ശനിയാഴ്ചയാണ്. പോപ്പിൾ മിഷൻ ധ്യാനം നാട്ടിൽ കഴിഞ്ഞു, അടുത്തതും അവിടെ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് വന്നു പോകാനൊരു ബുദ്ധിമുട്ട്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാം. ഒരു ശനിയാഴ്ചയായിരുന്നു അവരുടെ വിവാഹം. ശനിയാഴ്ച വിവാഹം കഴിഞ്ഞു. ഞാൻ കോട്ടയാശ്രമത്തിലുണ്ട്, എനിക്ക് വരാൻ പറ്റിയില്ല, കാരണം ഇങ്ങോട്ട് യാത്ര ചെയ്യണം. രാത്രി 1 മണിയായപ്പോഴാണ് ഞാൻ കോട്ടയാശ്രമത്തിൽ എത്തിയത്. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് വരണം, പിന്നെ ഞായറാഴ്ച വീണ്ടും അവിടെ രാവിലെ കുർബാനയ്ക്ക് ചെല്ലണം. അതുകൊണ്ട് എനിക്ക് ഇവിടെ വരാൻ സമയമില്ല. ശനിയാഴ്ച ഉച്ച കഴിഞ്ഞൊരു 3:30-4 മണിയായപ്പോൾ വിവാഹം കഴിഞ്ഞ് അന്ന് അവരുടെ വിവാഹമായിരുന്നു. വിവാഹം കഴിഞ്ഞ് ഈ ഭർത്താവും ഭാര്യയും എന്നെ വിളിച്ചു. ഇവർ രണ്ടുപേരും കൂടി, നവദമ്പതികൾ എന്നെ വിളിച്ചു. അച്ഛൻ ഞങ്ങളെ പറ്റിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് കുർബാന അർപ്പിച്ചത് നിങ്ങൾക്ക് വേണ്ടിയായിരുന്നു, അത് എനിക്ക് വരാൻ പറ്റാത്ത സാഹചര്യമായതുകൊണ്ടാണ് വരാൻ പറ്റാതിരുന്നത്. സാരമില്ല അച്ഛാ ഞങ്ങൾ വിളിച്ചത് വേറൊരു കാര്യം പറയാനാ. ഞാൻ ചോദിച്ചു എന്താ? അച്ഛാ ഞങ്ങൾ രണ്ടുപേരും ഇന്ന് ഇവിടുന്ന് വണ്ടി കയറുകയാണ്, രാത്രി ബസ് കയറുകയാണ്, 10:30 ബസ്, കണ്ണൂരിൽ നിന്ന്, തലശ്ശേരിയിൽ നിന്ന്. ഞാൻ ചോദിച്ചു എന്തിന്? ഞാൻ പോട്ടയാശ്രമത്തിലേക്ക് വരികയാണ്, പോട്ടയാശ്രമത്തിൽ നാളെ ധ്യാനം ആരംഭിക്കുന്നുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളുടെ കല്യാണം ഇന്ന് കഴിഞ്ഞ്, അതുമാത്രമല്ല കല്യാണം കഴിഞ്ഞ് ആദ്യ ദിവസങ്ങൾ ധ്യാനിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വേറൊരാഴ്ച ധ്യാനിക്കാൻ പാടില്ലേ? അച്ഛാ ഞങ്ങൾക്ക് 3 ആഴ്ച അവധിയേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ ആഴ്ച കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ധ്യാനം കൂടിയാക്കാമെന്ന് തീരുമാനിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനൊരു കാര്യം ചെയ്യാം, ഡിവൈനിൽ ധ്യാനം കൂടാം. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഡിവൈനിൽ കൂടിയിട്ടുണ്ട് അച്ഛൻ പോട്ടയിലല്ലേ, പോട്ടയിൽ കൂടാം. ഞാൻ പറഞ്ഞു നിങ്ങൾ ഡിവൈനിൽ കൂട്. അതെന്താ വെച്ചാൽ പോട്ടയിലില്ലേ? പോട്ടയിൽ ധ്യാനമുണ്ട്, പക്ഷെ പോട്ടയിൽ ധ്യാനത്തിൻ്റെ മുറികളെല്ലാം ബുക്കിംഗ് കഴിഞ്ഞതാണ്, മുറികളില്ല. ഡിവൈനിലാണെങ്കിൽ മുറി ഞാൻ ഇല്ലെങ്കിലും എവിടെയെങ്കിലും ഉണ്ടാക്കിത്തരാം, പോട്ടയിൽ മുറിയില്ല. അപ്പോൾ അവർ പറഞ്ഞു അല്ല മുറി വേണമെന്നില്ല. ഞാൻ പറഞ്ഞു മുറിയില്ലെങ്കിൽ പിന്നെ പെൺകുട്ടികൾ കിടക്കുന്നത് സ്ത്രീകൾ കിടക്കുന്ന ഭാഗത്ത്, പുരുഷന്മാർ കിടക്കുന്നത് പുരുഷന്മാരുടെ ഭാഗത്ത്, അത് കുഴപ്പമില്ല അച്ഛാ. അപ്പോൾ ഞാൻ പറഞ്ഞു അതെങ്ങനെയാ, നിങ്ങൾ കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു അച്ഛാ ഞങ്ങൾ പോട്ടയിൽ വരുന്നത് ധ്യാനം കൂടാനാ, ഹണിമൂൺ ആഘോഷിക്കാനല്ല. ഞാൻ അല്പം നാണം കെട്ടുപോയി. പ്രിയപ്പെട്ടവരെ, ഇവർ രണ്ടുപേരും ധ്യാനത്തിന് വന്ന് ഇവർ സുന്ദരമായ രീതിയിൽ അങ്ങേയറ്റം പ്രാർത്ഥനയിൽ ധ്യാനം കൂടുകയാണ്. ഞാനവരോട് ചോദിച്ചു നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി ഈ ഒരു തീരുമാനമെടുക്കാനുള്ള ശക്തിയും ബോധ്യവും? അച്ഛാ ദൈവം ഞങ്ങൾക്കൊരു ജീവിതം നൽകി. അച്ഛാ ഞങ്ങൾക്ക് ആദ്യം ഒരു കാര്യം അറിയണമായിരുന്നു, ദൈവത്തിന് ഞങ്ങളെക്കുറിച്ച് എന്ത് പറയാനുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ 2 ദമ്പതികളുടെ ഉദാഹരണം ഞാൻ വയ്ക്കുകയാണ്. ഇവരുടനെ ഈശോയോട് ചേർത്ത് വയ്ക്കുക. അവരുടെ ജീവിതത്തിൻ്റെ ആരംഭത്തെ അവർ ദൈവത്തോട് ചേർത്ത് വയ്ക്കുക. ഈശോ പറയുന്നില്ല നിങ്ങൾ എന്നോട് ചേർന്ന് നിൽക്കുക. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമുക്കെപ്പോഴും ഈശോയുമായിട്ടൊരു ബന്ധം വേണം. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ഈശോയുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവർ, അത് ഇന്ന് ഈശോയെ നമുക്ക് ലഭിക്കുന്നിടങ്ങൾ, അത് കുർബാനയാണ്, അത് കൂദാശകളാണ്, അത് സഭയാണ്. നമ്മൾ ഈശോയോട് ചേർന്ന് നിൽക്കണം, കുർബാനയോട് ചേർന്ന് നിൽക്കണം. അതുകൊണ്ട് വചനം പറയുന്നത് 1 യോഹന്നാൻ 2:2 അവിടുന്ന് നമുക്കുള്ള പരിഹാര ബലിയാണ്. വീണ്ടും പൗലോസിലെ കൊളോസസുകാർക്ക് എഴുതുമ്പോൾ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഇതുവരെയും നമുക്ക് ദോഷകരമായിരുന്ന സകല ലിഖിത നിയമങ്ങളെയും അവൻ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്തു. ഹല്ലേലൂയ. കരമടിച്ച് ഹല്ലേലൂയ, ശക്തിയോടെ കരമടിച്ച് ഹല്ലേലൂയ.
പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇതാണ്. നമ്മൾ ഈശോയോട് ചേർന്ന് നിൽക്കുക, കുർബാനയോട് ചേർന്ന് നിൽക്കുക. അതുകൊണ്ട് വചനം പറയുന്നത് അവിടുന്ന് നിങ്ങൾക്കുള്ള പരിഹാര ബലി. അപ്പൊ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ വിശുദ്ധ കുർബാനയോട് ചേർന്ന് നിൽക്കുന്ന ഏതൊരു ദൈവമകനും ദൈവമകൾക്കുമുള്ള പരിഹാരമാ. ഇപ്പൊ ഒരു കുടുംബം പറയുക, ഒരു വ്യക്തി പറയുക, എൻ്റെ പ്രശ്നത്തിന് പരിഹാരമില്ല, അത് തെറ്റാണെന്ന് ഞാൻ പറയും. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു കുടുംബനാഥൻ പറയുക, ഒരു വിവാഹ ജീവിതം നിൽക്കുന്ന ഒരു സഹോദരി പറയുക, ഞങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നത്തിന് പരിഹാരമില്ല. പരിഹാരമുണ്ട്. പരിഹാരം ദൈവം ഒരുക്കിയിട്ടുണ്ട്. 2016 വർഷങ്ങൾക്ക് മുമ്പ് പരിഹാരം ചെയ്തു കഴിഞ്ഞു. നമ്മൾ എന്ത് ചെയ്യണം? എന്ന് എൻ്റെ പ്രശ്നവുമായിട്ട് ഈ കുർബാനയിൽ നിൽക്കുക. ഹല്ലേലൂയ. അതുകൊണ്ടാണല്ലോ ഈ ആധ്യാത്മിക പിതാക്കന്മാർ പറയും, എന്താ പറയുന്നത്? ആധ്യാത്മിക പിതാക്കന്മാർ പറയും, നിയോഗം സമർപ്പിച്ച് ബലിയിൽ പങ്കെടുക്കുക. ഹല്ലേലൂയ. ഞാൻ പോട്ടയാശ്രമത്തിൽ എൻ്റെ തൊട്ടടുത്ത മുറികളിലൊന്നാണ് മാത്യു നായിക്കാൻ പറമ്പിലച്ചൻ താമസിക്കുന്നത്. അപ്പോൾ ഈ മാത്യു നായിക്കാൻ പറമ്പിലച്ചൻ ഇടയ്ക്ക് എന്നെ വന്ന് മുറിയിൽ വന്ന് വിളിക്കും, അച്ഛാ നമുക്ക് ഒരുമിച്ച് കുർബാനയെല്ലാം. അപ്പം പേഴ്സണൽ മാസ് ഒരുമിച്ച് എല്ലാം വേണ്ടി വിളിക്കുന്നത് അച്ഛൻ. അപ്പം ഞങ്ങൾ കുർബാന ചെല്ലുമ്പോൾ അച്ഛനൊരു 5-6 ഷീറ്റുമായിട്ട് വരും. ഇത് മുഴുവനും അന്നച്ഛൻ കണ്ടവരുടെയോ ഏതെങ്കിലും പ്രാർത്ഥനാ നിയോഗമായിരിക്കും. സംഭവം എന്നാ? ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പോൾ ഈ ചേച്ചി കുർബാനയിൽ പങ്കെടുക്കുന്നു. ഈ ചേച്ചിയുടെ കുർബാനയിൽ ഒരു നിയോഗവുമായിട്ട് ചെല്ലുകയാണ്. ഉദാഹരണം, നിയോഗം ഇതാണ്, എൻ്റെ ഇന്ന ഒരു കാര്യം സാധിക്കണം. ഈ നിയോഗമായിട്ടാണ് ഈ ചേച്ചി കുമ്പസാരിച്ചൊരുങ്ങി കുർബാനയിൽ നിൽക്കുന്നത്. ഈ നിയോഗം എന്താണ്? പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ബലിയുടെ നിയോഗം എന്തായിരുന്നു? സകല മനുഷ്യരുടെയും രക്ഷ. സകല മനുഷ്യരുടെയും രക്ഷ എന്നതാണ് യേശു അർപ്പിച്ച കാൽവരിയിലെ ബലിയുടെ നിയോഗം. ആ ബലിയിലാണ് ഇന്ന് ഈ ചേച്ചി പങ്കെടുക്കുന്നത്, ഈ ചേച്ചിയുടെ നിയോഗവുമായിട്ട്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ചേച്ചിയുടെ നിയോഗം 2016 വർഷങ്ങൾക്കപ്പുറത്ത് യേശുവിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൻ്റെ നിയോഗം കുർബാനയോട് ചേർത്ത് വയ്ക്കുമ്പോൾ കുർബാന പ്രവർത്തിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഇതാ ഞാൻ പറയുന്നത്, നമ്മൾ യേശുവിനോട് ചേർന്ന് നിൽക്കുക. യേശുവിനോട് ചേർന്ന് നിൽക്കുക. നമ്മൾ യേശുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഒരിക്കലും ഞാൻ പോട്ടെ ആശ്രമത്തിൽ നിന്ന് ഡിവൈനിലേക്ക് ക്ലാസ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഡിവൈനിൽ ക്ലാസ്സിൻ്റെ സമയം 2:30-ക്കാണ്. 2:30 ക്ലാസ്സിന് ഞാൻ 2:15 കഴിഞ്ഞ് 2:20 ഞാൻ പോട്ടയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ, അപ്പോൾ പോട്ടയുടെ ഗേറ്റിലേക്ക് കാർ എത്തുമ്പോൾ ഒരു ചേട്ടൻ എന്നെ കൈ കാണിച്ചു. ആ ചേട്ടൻ്റെ അപ്പുറത്ത് ഭാര്യ നിൽപ്പുണ്ട്, കൈ കാണിച്ചു. അച്ഛാ ഒരു 5 മിനിറ്റ് സംസാരിക്കണം. ഞാൻ പറഞ്ഞു, ചേട്ടാ ഇപ്പോൾ തന്നെ സമയം താമസിച്ചു, ഞാൻ സ്റ്റേജിൽ കയറാനുള്ള സമയമായി ചേട്ടാ. കുഴപ്പമില്ല അച്ഛാ ഇതൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ ഒരു ലെറ്റർ എടുത്ത്, ഒരു പേപ്പർ എടുത്ത് എൻ്റെ കയ്യിലേക്ക് തരികയാണ്. ഞാൻ ഈ പേപ്പർ ബൈബിളിൽ വച്ചു. എന്നിട്ട് ഞാൻ വണ്ടി വിടുമ്പോൾ ഒരു 3 നന്മ പറഞ്ഞ് പറയുമ്പോൾ ചെല്ലാറുണ്ട്. അത് ചൊല്ലിക്കഴിഞ്ഞപ്പോൾ പോട്ട സിഗ്നലിൻ്റെ അടുത്തെത്തി. ഈ സിഗ്നൽ കഴിഞ്ഞ ഉടനെ ഞാൻ ഈ പേപ്പർ നിവർത്തി ഞാൻ വായിക്കുകയാണ്. ഇനി ഞങ്ങൾ ഒരിക്കലും ഇവിടേക്ക് കടന്നു വരില്ല, ഞങ്ങൾക്ക് ഇനി ജീവിക്കാൻ രക്ഷയില്ല, ഞാനും എൻ്റെ ഭാര്യയും ആത്മഹത്യ ചെയ്യുകയാണ്. അവരുടെ കുടുംബത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പ് എൻ്റെ കയ്യിലിരിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? വണ്ടി തിരിച്ചു വിടാൻ പറയാൻ, ആ കുടുംബത്തെ ഒന്ന് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ ദൈവകരങ്ങളിലേക്ക് ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ എനിക്ക് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ നിനക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ആ കുടുംബത്തെ നിൻ്റെ കയ്യിലേക്ക് തന്ന് അടുത്ത 1.5 മണിക്കൂർ ഞാൻ വചന ശുശ്രൂഷയിൽ നിൽക്കുകയാണ്. ആ കുടുംബത്തോട് എന്നിലൂടെ എന്തെങ്കിലും പറയാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവമേ ആ 1.5 മണിക്കൂർ അവരവിടെ നിർത്തണേ. ഞാൻ പ്രിയപ്പെട്ടവരെ വചന ശുശ്രൂഷ കഴിഞ്ഞു. 4 മണി 4:15 ഞാൻ പോട്ടയാശ്രമത്തിൽ വന്നു. ഞാൻ വണ്ടി നിർത്തി ഞാൻ ഡോർ തുറന്ന് ഓടിപ്പോകുന്നത് നിത്യാരാധന ചാപ്പലിലേക്കാണ്. നിത്യാരാധന ചാപ്പലിൽ നിൽക്കുമ്പോൾ ഞാൻ കാണുന്നത് മുട്ടുകുത്തി കൈകൂപ്പി പിടിച്ച് 2 പേര്. എനിക്ക് സന്തോഷമായി, അവർ പോയില്ലല്ലോ. ഞാൻ അവിടെ ചെന്ന് മുട്ടുകുത്തി ഞാൻ ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങുമ്പോൾ ഈ ചേട്ടൻ ഓടി വന്നു. ഈ ചേട്ടൻ പറഞ്ഞു, അച്ഛൻ ഞാൻ തന്ന പേപ്പർ എവിടെ? ഞാൻ പറഞ്ഞു, എൻ്റെ പോക്കറ്റിലുണ്ട്. ഞാൻ ആ പേപ്പർ എടുത്തു. അച്ഛാ അതിങ്ങ് തന്നേക്ക്. ഞാനത് കൊടുത്തു. ഈ ചേട്ടൻ ഞാൻ നിൽക്കുമ്പോൾ ഈ പേപ്പർ കീറി കുഞ്ഞായിട്ട് കളഞ്ഞു. ഞാൻ ചോദിച്ചു, ചേട്ടൻ എന്ത് പറയുന്നു? അച്ഛാ ഞാനേ തോറ്റിട്ടുള്ളൂ, എൻ്റെ ഈശോ തോറ്റിട്ടില്ല. ഹല്ലേലൂയ. അച്ഛാ ഞാനേ തോറ്റിട്ടുള്ളൂ, എൻ്റെ ഈശോ തോറ്റിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ആ കുടുംബത്തിൻ്റെ വലിയൊരു പ്രതിസന്ധിയിൽ ഈശോയിലേക്ക് എത്തുകയാണ്.
ഈശോയോട് ചേർന്ന് നിൽക്കുക. ആ കുടുംബത്തിന് വേണ്ടി ഈശോയ്ക്ക് പ്രവർത്തിക്കാതിരിക്കാൻ പറ്റുമെന്നാണോ നിങ്ങൾ ചിന്തിച്ചത്? വീണ്ടും ഒരു കുഞ്ഞ്, ആ കുഞ്ഞിന് പ്രിയപ്പെട്ടവരെ വിദേശത്ത് ആ കുഞ്ഞിനെ ഒരു രോഗവുമായിട്ട് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് എത്തിക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കളോട് ഡോക്ടേഴ്സ് പറഞ്ഞു, ഇതിന് ട്രീറ്റ്മെൻറ്റ് നല്ലത് കേരളത്തിലാണ്. ഒന്നില്ലെങ്കിൽ നിങ്ങൾ തിരുവനന്തപുരത്ത് പോവുക, ഇല്ലെങ്കിൽ എറണാകുളത്ത് വെൽകെയറിൽ ഗംഗാധരൻ ഡോക്ടറെ കാണിക്കുക. ഈ കുഞ്ഞിൻ്റെ കരളിനോട് ചേർന്ന് ക്യാൻസർ. പ്രിയപ്പെട്ടവരെ, ഈ കുഞ്ഞിന് ട്രീറ്റ്മെൻറ്റ് നിശ്ചയിച്ചുകൊണ്ട് ഈ കുഞ്ഞിൻ്റെ അപ്പൻ്റെയും പപ്പയുടെയും മമ്മിയുടെയും മാതാപിതാക്കൾ ഈ കുഞ്ഞിനെ സ്വീകരിക്കുവാൻ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ സ്വീകരിച്ച് ഉടനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ആശുപത്രിയിൽ എല്ലാ ക്രമീകരണങ്ങളും. അങ്ങനെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഇതാ ഫ്ലൈറ്റ് ഇറങ്ങിയത് ഒരു തിങ്കളാഴ്ച രാവിലെ. ഫ്ലൈറ്റ് ഇറങ്ങിക്കഴിഞ്ഞ് ഈ ചെറുപ്പക്കാരായ ഭർത്താവും ഭാര്യയും ക്യാൻസർ രോഗിയായ അവരുടെ കുഞ്ഞുമായിട്ട് ഫ്ലൈറ്റ് ഇറങ്ങിക്കഴിയുമ്പോൾ അവരുടെ മാതാപിതാക്കൾ കാത്തു നിൽക്കുകയാ. ഡോക്ടേഴ്സിൻ്റെ അടുത്ത് അപ്പോയിൻമെൻറ്റും എടുത്ത് ഈ കുഞ്ഞിനെ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി. ഈ ചെറുപ്പക്കാരായ ഭർത്താവും ഭാര്യയും അപ്പനോടും അമ്മയോടും പറഞ്ഞു, ഞങ്ങൾക്ക് ആശുപത്രിയിലേക്കല്ല പോകേണ്ടത്, ഞങ്ങൾ ഫ്ലൈറ്റിൽ വെച്ചിട്ട് തീരുമാനമെടുത്തു, നമുക്ക് പോട്ടയിലോ ഡിവൈനിലോ പോയി ധ്യാനം കൂടാം. മാതാപിതാക്കൾ ശക്തമായിട്ട് എതിർത്തു. എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ കൊണ്ടുപോയി ഡോക്ടേഴ്സിനെ കാണിക്കാൻ നിങ്ങളോട് അവിടെ ഡോക്ടേഴ്സ് പറഞ്ഞു, നിങ്ങൾ ചെയ്യേണ്ടതാ, നിങ്ങൾക്ക് ധ്യാനം കൂടാൻ വേറെ സമയമില്ലേ? അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ കുഞ്ഞിന് നൽകിയ ദൈവമാ, ഈ പ്രശ്നത്തിൽ ദൈവത്തിന് എന്ത് പറയാനുണ്ട്, അതാ ഞങ്ങൾക്ക് കേൾക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, ധ്യാനം ഞായറാഴ്ച ആരംഭിച്ചിട്ടും തിങ്കളാഴ്ച ഇവർ വരുമ്പോൾ ധ്യാനഗുരു പറയുന്നത് എന്താണെന്നറിയാവോ? നിങ്ങൾ ഡോക്ടേഴ്സിനെ കണ്ടിട്ട് വാ, എന്നിട്ട് നമുക്ക് ധ്യാനം കൂടാ. അവർ പറഞ്ഞു, ഡോക്ടേഴ്സിനല്ല, ഞങ്ങൾക്ക് ഈശോയെ കണ്ടാൽ മതി. പ്രിയപ്പെട്ടവരെ, സകലരെയും ധിക്കരിച്ചുകൊണ്ട് അവർ ആ കുഞ്ഞിനെ ധ്യാനത്തിൽ നിർത്തി. ആ കുഞ്ഞുമായിട്ട് എല്ലാവരും ധ്യാന കേന്ദ്രത്തിൽ പോയി കഴിയുമ്പോൾ ആ സ്റ്റേജിൽ കൊണ്ടുവന്ന് ഒരു ടർക്കി വിരിച്ച ആ കൊച്ചിനെ കിടത്തിയിട്ട് ഈ അപ്പനും അമ്മയും കണ്ണുനീരോടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ഇതാ ധ്യാനത്തിന്റെ അവസാന ദിവസങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ വ്യാഴാഴ്ച ഇങ്ങനൊരു സന്ദേശം നാവിൽ. ഇതാ 1.5 വയസ്സുള്ള ഒരു കുഞ്ഞിനെ ഈശോ തൊട്ട് അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത ദിവസത്തെ പ്രഭാതത്തിലെ സാക്ഷ്യമിത. ഇന്നലെ ഞാൻ കിടക്കുമ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയുടെ സാക്ഷ്യം ഞാൻ കാണുന്നത്, ഈശോയുടെ കുരിശ് എൻ്റെ കുഞ്ഞിൻ്റെ മുകളിൽ, എൻ്റെ ഈശോയുടെ കുരിശിൽ നിന്ന് എൻ്റെ കുഞ്ഞിലേക്ക് തിരുരക്തം ഒഴുകിയിറങ്ങുന്നതായിട്ട് ഞാൻ കാണുന്നു. ആ നിമിഷം അതുവരെ എൻ്റെ കുഞ്ഞിലുണ്ടായിരുന്ന ആ രോഗത്തിൻ്റെ ലക്ഷണം ഇല്ലാതായി. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അവനിൽ ഉത്തരമുണ്ട്. അതുകൊണ്ടാണ് ഈശോ പറയും, നിങ്ങൾ എന്നോട് ചേർന്ന് നിൽക്കുക. നമുക്ക് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് പാപമുണ്ട്, പാപത്തിൻ്റെ ബന്ധനമുണ്ട്. പക്ഷേ ഈശോയോട് ചേർന്ന് നിൽക്കണം എന്ന് പറഞ്ഞാൽ, ഈശോ പറഞ്ഞില്ലേ, അങ്ങ് എനിക്ക് നൽകിയ നാമത്തിൽ ഞാൻ അവരെ സംരക്ഷിച്ചു. അപ്പോൾ ചിന്തിക്ക്, എങ്ങനെ ഈ നാമത്തിൻ്റെ സംരക്ഷണം ഇന്ന് എനിക്ക് എങ്ങനെ കിട്ടും? ഇപ്പോൾ യേശു പറയുന്നത് അങ്ങനെയാണ്, അങ്ങ് എനിക്ക് നൽകിയ നാമത്തിൽ ഞാൻ അവരെ സംരക്ഷിച്ചു. ഇന്ന് ഒരു യേശുവിൽ വിശ്വസിക്കുന്ന ഒരു മകൾക്ക് ഇതെങ്ങനെ കിട്ടും? അത് കിട്ടുന്ന ഏറ്റവും നല്ല വഴി എന്താ? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു. കുമ്പസാരത്തിൽ ഇതാണോ പറയുന്നത്? പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കുക, ഇന്ന് ഞാൻ പോപ്പിൾ മിഷൻ ധ്യാനത്തിൻ്റെ ഡയറക്ടറാ. പോപ്പിൾ മിഷൻ ധ്യാനത്തിൽ 20-30 വർഷമായിട്ട് കുമ്പസാരിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം എന്താ? പലരും കുമ്പസാരത്തിൽ മാറും. നമ്മുടെ കുടുംബത്തിൽ ചിലരെ കാണും കുമ്പസാരിക്കില്ല. കാരണം കുമ്പസാരത്തിൽ നിന്ന് പിശാച് മാറ്റിക്കഴിഞ്ഞാൽ ആ വ്യക്തിയെ പിശാചിന് നിത്യകാലത്തേക്ക് സ്വന്തമാക്കി നിർത്താം. അപ്പോൾ സംഭവിക്കുന്ന കാര്യം ഇതാ, പ്രിയപ്പെട്ടവരെ, ഒരു ദൈവ പൈതലിനെ ദൈവം രക്ഷിക്കുവാൻ, അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം അപ്രകാരം തന്നെ സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. ഇതാ, എനിക്ക് നൽകിയ നാമത്തിൽ ഞാൻ അവരെ സംരക്ഷിച്ചു. ഈ നാമത്തിൻ്റെ സംരക്ഷണം ഇന്ന് സഭയിലൂടെ, കുമ്പസാരത്തിലൂടെ ഈശോ നടപ്പാക്കുന്നുണ്ട്. നമ്മൾ കുമ്പസാരത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ഇതാ സംഭവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആൻ എക്സോസ്റ്റ് ടെൽസ് ഹിസ് സ്റ്റോറി എന്ന് പറയുന്നൊരു പുസ്തകം, ഈ പുസ്തകത്തിൽ ഒരു വൈദികൻ്റെ കഥ പറയുന്നുണ്ട്. 34 വർഷങ്ങൾ പിശാചുമായിട്ട് സംസാരിച്ചൊരു വൈദികൻ. ഈ വൈദികൻ എഴുതിയൊരു ആർട്ടിക്കിൾ ഞാൻ ശ്രദ്ധിക്കാനിടയായി. അതിൽ അദ്ദേഹം പറയുന്നത്, പിശാചിന് ഏറ്റവും കൂടുതൽ പേടിയുള്ളത് കുമ്പസാരമാണ്. പിശാചിൻ്റെ ഭരണം ഒരു വ്യക്തിയിൽ കുമ്പസാരത്തോടുകൂടി ഇല്ലാതാവുകയാണ്. അപ്പം നമ്മൾ ഓർക്കുക, ഈ കുമ്പസാരം നമുക്കുണ്ട്, ഈ കുർബാന നമുക്കുണ്ട്. നമ്മൾ ഓർക്കുക, ഞാൻ ഉറപ്പിച്ച് പറയും, കുർബാനയോട് ചേർന്ന് നിൽക്കുന്ന ഒരു കുടുംബവും തകർന്നു പോകില്ല. കരമടിച്ച് ഈശോയ്ക്ക് നന്ദി പറയുക. ഹല്ലേലൂയ.
കുർബാനയോട് ചേർന്ന് നിൽക്കുന്ന കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പ്രശ്നം ഉണ്ടാകില്ലെന്നല്ല, തകർന്നു പോകില്ല, തകർന്നു പോകാൻ സമ്മതിക്കില്ല. ഉറപ്പ് 100% എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന കാര്യം അത് മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, കുർബാനയോട് ചേർന്ന് നിൽക്കുക, തകർന്നു പോകില്ല. നമ്മൾ കുർബാനയോട് ചേർന്ന് പ്രാർത്ഥിക്കുക. അവിടെയാണ് ദൈവികമായ പ്രവർത്തനം, ദൈവികമായ ഇടപെടൽ നടക്കുന്നത്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് കത്തോലിക്ക സഭ ഈ 2016 വർഷങ്ങൾ കത്തോലിക്ക സഭ ഏറ്റെടുക്കാത്ത പീഡനങ്ങൾ ഏതാ ഉള്ളത്? കത്തോലിക്ക സഭയെ നശിപ്പിക്കാൻ ആഗ്രഹിച്ച എന്തോരം പേരാ, എന്നിട്ട് ഒരു കുഴപ്പമില്ലാതെ ഇപ്പോഴും നിലനിൽക്കുന്നുവെങ്കിൽ ഒറ്റ കാരണമേ ഉള്ളൂ, കത്തോലിക്ക സഭയിൽ ഈശോ ഉണ്ട്, കുർബാനയിൽ ഈശോ കൂടെ വസിക്കുന്നു. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ, നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ഒരു പാപമുണ്ട്, പക്ഷേ ഈശോയോട് ചേർന്ന് നിൽക്ക്, നമ്മൾ വിശുദ്ധീകരിക്കപ്പെടും, നമ്മൾ വിശുദ്ധീകരിക്കപ്പെടും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ഒരു ആധ്യാത്മിക പിതാക്കന്മാർ ആധ്യാത്മികതയെക്കുറിച്ച് പറയുന്നത്, വളർച്ചയെക്കുറിച്ച് പറയുന്നത് പടികൾ കയറുക, ആധ്യാത്മികതയുടെ പടികൾ കയറുക. ഇപ്പം നമ്മൾ ചിന്തിച്ച് നോക്കിക്കേ, ഒരു കുഞ്ഞു കൊച്ച്, നടക്കാറൊക്കെ ആയ ഒരു കുഞ്ഞു കൊച്ച്, ഈ കൊച്ചിൻ്റെ അമ്മ ഒരു സ്റ്റെയർ കേസിൻ്റെ മുകളിൽ നിൽക്കുന്നു, ഈ കുഞ്ഞ് അടിയിലൂടെ കയറി വരുന്നു, 2 സ്റ്റെപ്പ് കയറി ഈ കുഞ്ഞ് ഉരുണ്ട് താഴ്ത്തു വീണു, 3 വീണ്ടും കയറി വീണ്ടും ഉരുണ്ട് താഴ്ത്തു വരുന്നു, വീണ്ടും കയറി വീണ്ടും ഉരുണ്ട് താഴ്ത്തു വരുന്നു. ഈ അമ്മ എന്ത് ചെയ്യും? അവസാനം ഈ അമ്മ ഓടിച്ചെന്ന് എടുത്ത് പൊക്കിക്കൊണ്ടുപോരും. ഇതാണ് നമ്മളും ദൈവവും തമ്മിലുള്ള ബന്ധം. നമ്മൾ ശ്രമിക്കുക, നമ്മൾ വീഴും, പക്ഷെ വീഴുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കുക, ഞാൻ വീഴുന്നത് എൻ്റെ ഈശോയുടെ അടുത്താണ്. ഹല്ലേലൂയ. ഇതേ ഉള്ളൂ. ഞാൻ വീഴുമ്പോൾ എൻ്റെ ഈശോ കാണുന്നുണ്ട്, എൻ്റെ ഈശോയുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും? ഓടി വരും. ആദ്യം ഓടിയെത്തുന്നത് ഈശോയായിരിക്കും. പ്രിയപ്പെട്ടവർ, ഈശോ നമ്മളെ എടുക്കും. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈശോയോട് ചേർന്ന് നിൽക്കുക. വലതുകരം ഉയർത്തി, സ്വരം ഉയർത്തി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറയാനുള്ള കാര്യം, ഒരുപാട് യുവാക്കൾ, ഒരുപാട് യുവതികൾ, ഒരുപാട് സഹോദരങ്ങൾ ഇന്ന് വചനം കേട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ പറയാനുള്ള കാര്യം ഇതാണ്, നമ്മൾ ഒരുപാട് തീരുമാനം നമുക്ക് എടുക്കാൻ പറ്റിയല്ല, നമ്മൾ ഈശോയോട് ചേർന്ന് പ്രാർത്ഥിക്കുക. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു ഭർത്താവ്, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഒരു ഭാര്യ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ എത്ര സമയം വേണം? ഒരു 5 മിനിറ്റ് പോരെ? ഈശോയെ, എൻ്റെ ഭർത്താവിനെ, എൻ്റെ ഭാര്യയെ, എൻ്റെ മക്കളെ, എൻ്റെ വരുമാന മാർഗത്തെ ഞാൻ നിൻ്റെ കൈകളിലേക്ക് തരുന്നു. ഇതിനെത്ര സമയം വേണം? ഇതിനെത്ര സമയം വേണം ഒരു കുടുംബത്തിന്? നിസ്സാര സമയം മതി നമ്മൾ സമർപ്പിക്കുക. അത് നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാകില്ല. കുടുംബത്തിൽ കടബാധ്യതയുണ്ട്, കുടുംബത്തിൽ രോഗമുണ്ട്, കുടുംബത്തിൽ ജീവിത പങ്കാളിയിൽ പ്രശ്നമുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒക്കെ നടുവിൽ ഈശോ കാണിച്ചുന്ന ഒരു കാര്യമുണ്ട്. ഇതിൻ്റെ ഒക്കെ പ്രശ്നത്തിന് നടുവിൽ ഈശോ കാണിച്ചുന്ന ഒരു കാര്യമുണ്ട്. പിതാവേ, നിൻ്റെ കൈകളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഇതാണ് വേണ്ടത്. ഇപ്പോൾ ഒരമ്മ, ഈ അമ്മയെ ദൈവം ഏൽപ്പിച്ചിരിക്കുക, ഭർത്താവിനെ, കുഞ്ഞിനെ. ഈ ചെടുത്തി രാവിലെ എഴുന്നേൽക്കുമ്പോൾ, ഈശോയെ, എനിക്ക് നൽകിയ ഭർത്താവിനെ, നീ നൽകിയ ഭർത്താവാണ്, നീ നൽകിയ മക്കളാണ്, ഞാൻ നിൻ്റെ കയ്യിലേക്ക് തരുന്നു. ഇതിനേക്കാൾ വലിയ സമർപ്പണം, ഇതിനേക്കാൾ വലിയ പ്രാർത്ഥന എന്താ ഉള്ളത്? പ്രിയപ്പെട്ടവർ, ഇത് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇപ്പോൾ എനിക്ക് ദൈവം ഒരു പൗരോഹിത്യം നൽകിയിട്ടുണ്ട്. ഞാനെന്നും ഈശോയെ, നിൻ്റെ പൗരോഹിത്യം നീ കാത്തുകൊള്ളണേ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ പൗരോഹിത്യം എന്നും സമർപ്പിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു, ഞാനെന്ന പുരോഹിതനിൽ എന്തൊക്കെ കുറവുണ്ടെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു, അതിനേക്കാൾ ശക്തമായി എൻ്റെ പൗരോഹിത്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എൻ്റെ ദൈവമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, എൻ്റെ ദൈവം സമ്മതിക്കില്ല, എൻ്റെ ദൈവത്തോട് ഞാൻ ചേർന്ന് നിൽക്കുന്ന അത്രയും കാലം എൻ്റെ ദൈവം സമ്മതിക്കില്ല എൻ്റെ പൗരോഹിത്യം വീട് പോകാനും എൻ്റെ പൗരോഹിത്യത്തിന് പരിക്കേൽക്കാനും സമ്മതിക്കില്ല. 100% എനിക്ക് ഉറപ്പുണ്ട്. അതെൻ്റെ യോഗ്യത കൊണ്ടല്ല, മറിച്ച് എൻ്റെ ദൈവം അത്ര ഇഷ്ടപ്പെടുന്നുണ്ട് എൻ്റെ പൗരോഹിത്യത്തെ. നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ, നിങ്ങളുടെ ജീവിതത്തെ ദൈവം അത്ര ഇഷ്ടപ്പെടുന്നത് കൊണ്ട് അവിടുന്ന് നിങ്ങളെ സംരക്ഷിക്കുന്നുണ്ട്. പക്ഷെ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കണം. വലതുകരം ഉയർത്തി, സ്വരം ഉയർത്തി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ 1 ഞാൻ പറഞ്ഞു, ദൈവം പറയുന്നത് അനുസരിക്കുക. 2, ദൈവത്തോട് ചേർന്ന് നിന്ന് എന്നും ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഈ സമർപ്പിക്കുക എന്നതിനെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വിശ്വാസമുണ്ട്, ഈശോ ഉണ്ട്, ഈശോനെ നോക്കുന്നുണ്ട്. വിശ്വാസം കാര്യമില്ല, നിലപാടുകൾ കാര്യമില്ല, നമുക്ക് വേണ്ടത് സമർപ്പണമാണ്. ഇതാ കർത്താവിൻ്റെ ദാസി, സമർപ്പണമാണ് നമുക്ക് വേണ്ടത്. പ്രിയപ്പെട്ടവരെ, അവിടെയുണ്ടല്ലോ ദൈവം നമ്മളെ നോക്കിക്കൊള്ളും, ദൈവം നമ്മളെ ഏൽക്കും. നമുക്ക് ചിലപ്പോൾ മനസ്സിലാകില്ല. അതുകൊണ്ടല്ലേ ഈശോ പറഞ്ഞത്, പിതാവേ, നിൻ്റെ കൈകളിലേക്ക് സമർപ്പിക്കുന്നു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ഈ കുരിശിൽ കിടന്ന് ഞാൻ അലമുറയിട്ട് കരഞ്ഞിട്ട് നീ മിണ്ടാത്തത് എനിക്ക് മനസ്സിലാകുന്നില്ല, നീ നിശബ്ദനായിരിക്കുന്നു എൻ്റെ മുമ്പിൽ. അത് നമ്മൾ കാണുന്നത്, കുരിശിൽ കാണുന്നതല്ലേ. ദൈവം മിണ്ടുന്നില്ല, ദൈവം നിശബ്ദനാണ്. ഇതിനു മുമ്പ് നീ എൻ്റെ പ്രിയപ്പെട്ട പുത്രനാണെന്ന് പറഞ്ഞ കർത്താവ്, ഇതിനു മുമ്പ് തലയ്ക്ക് മുകളിൽ സ്വർഗം തുറന്നു കൊടുത്ത പിതാവ്, കുരിശിൽ കിടന്ന് പുത്രൻ ചങ്കു പൊട്ടി എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ മിണ്ടാതിരിക്കുന്നു.
അപ്പോഴും ഈശോയുടെ പ്രാർത്ഥന, പിതാവേ നിൻ്റെ കയ്യിൽ ഞാൻ ഏൽപ്പിക്കുന്നു, നിൻ്റെ കയ്യിൽ ഞാൻ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവർ, ഇത് വേണം. ഒരു കുഞ്ഞിനെയൊക്കെ നമ്മൾ, മക്കളെയൊക്കെ സമർപ്പിച്ച് വളർത്തണം. എന്നും ഈശോയ്ക്ക് സമർപ്പിക്കണം. നമ്മൾ എന്നും ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മൾ കൊടുക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന കാലഘട്ടം ഇന്ന് നമ്മൾ ഓർക്കണം. ഇന്ന് ഒരുപാട് കുടുംബങ്ങൾ ഇന്ന് നൊമ്പരപ്പെടുന്നതും ഇനി അടുത്ത് വരുന്ന കാലഘട്ടത്തിൽ നൊമ്പരപ്പെടാൻ പോകുന്നതും മക്കളെ ഓർത്താ. ഈശോ പറഞ്ഞ പ്രവചനം, മുമ്പെന്നത്തെക്കാളും നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുവിൻ. ഇത് പ്രിയപ്പെട്ടവരെ സംഭവിക്കാൻ പോവുകയാണ്. അതിന് നമ്മൾ ഓർക്കേണ്ട കാര്യം, എന്നും ഈ കുഞ്ഞുങ്ങളെ ഈശോയോട് ചേർത്ത് വളർത്ത്. ഒരുപാട് മാതാപിതാക്കൾ വന്ന് ചോദിക്കുന്നു, അച്ഛാ ഇത്ര വിശുദ്ധിയോടെ നിന്നിട്ട്, ഇത്ര പ്രാർത്ഥനയോടെ നിന്നിട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഈ അവസ്ഥ വന്നല്ലോ. പ്രിയപ്പെട്ടവർ, ഇന്ന് പോട്ടയിലും ഡിവൈനിലും ഒക്കെ അനേകം മക്കളെ പ്രാർത്ഥിക്കുവാനും കൗൺസിലിങ്ങിനും ഒക്കെ വേണ്ടിക്കൊണ്ടിരുമ്പോൾ ഒരുപാട് വേദന തോന്നിയാണ് ഞാൻ നിൽക്കുന്നത്. ഒരുപാട് തെറ്റിപ്പോകുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾ. ഒരുപാട് ദൈവാനുഭവമുള്ള കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങൾ പോലും തെറ്റിലേക്ക് വീണു പോകുന്നതിന് കാരണം ഇതാണ്. നമ്മൾ കുഞ്ഞുങ്ങളെ സമർപ്പിക്കണം, നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കണം. അതുകൊണ്ടാണ് നിൽക്കുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, എന്നും ഞാൻ ദൈവത്തോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ടാണ് മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചില്ലേ, നമുക്ക് ചുറ്റും തിന്മയുടെ ശക്തിയുണ്ട്. പക്ഷേ നമ്മൾ ഓർക്കണം, സകല തിന്മയെയും പരാജയപ്പെടുത്തിയ കർത്താവാണ് എൻ്റെ കർത്താവ്. ഹല്ലേലൂയ. ഇത് നമ്മൾ തിരിച്ചറിയണം. ഈ തിരിച്ചറിഞ്ഞ് നമ്മൾ നിൽക്കണം. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു തിന്മയും നശിപ്പിക്കാൻ ഇട കൊടുക്കരുത്. ദൈവം നൽകിയ ദാനങ്ങളാണ്. ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നാളെ അതിനോർത്ത് വിലപിച്ചിട്ട് കാര്യമില്ല. ഇന്ന് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ നിസ്സാര കാര്യങ്ങളിലൂടെയാണ് പ്രിയപ്പെട്ടവരെ കടന്നു വരുന്നത്. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്തൊരു ഭർത്താവും ഭാര്യയും വന്നു. ഒരു മിടുക്കൻ കുഞ്ഞ്, ഇവർ വിദേശത്താണ്. പ്രിയപ്പെട്ടവർ, ഇവർ വന്ന് ചങ്ക് പൊട്ടി സ്ത്രീ കരയുക. അച്ഛ എന്താണെന്നറിയില്ല, ഇന്ന് ഞങ്ങൾ രണ്ടുപേരും ഡിവോഴ്സിന് നോട്ടീസ് തയ്യാറാക്കുമ്പോൾ അച്ഛ എങ്ങനെ പറ്റിയെന്നറിയില്ല. ഇത്രയും സന്തോഷമുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാ അച്ഛ ഇത് സംഭവിച്ചത്? സംഭവിക്കുന്നു. കാരണം നമുക്കിന്നെല്ലാം ഉണ്ട് എന്നതിന് നാളെ ഇതുപോലെ ഉണ്ടാകുമെന്ന് ഒരുറപ്പുമില്ല. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രിയപ്പെട്ടവരെ, ഈശോയോട് ചേർന്ന് നിൽക്കുക. ഹല്ലേലൂയ. വലതുകരമുയർത്തി സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം ദൈവസന്നിധിയിൽ. എല്ലാവരും കരങ്ങൾ ഹൃദയത്തോട് ചേർക്ക്, കണ്ണുകളെ അടയ്ക്ക്. നമുക്ക് നന്ദി പറയാം. ഇപ്പോൾ മനസ്സിൽ നിങ്ങൾക്ക് എന്തിനെയോർത്തൊക്കെ നന്ദി പറയാൻ തോന്നുന്നുവോ അതിനെയോർത്ത് നന്ദി പറയുക. അത് തമ്പുരാൻ കാണിച്ചു തരുന്നുണ്ട്. ചിലപ്പോൾ ഭവനമായിരിക്കാം, ഒരു വീടായിരിക്കാം. എത്രയോ പേര് വീടില്ലാതിരിക്കുന്നു, അപ്പോൾ എനിക്കൊരു വീട്. എത്രയോ പേര് രോഗക്കിടക്കയിൽ, രോഗവുമായിട്ട് എനിക്കൊരു രോഗമില്ല, ആരോഗ്യം ദൈവം നൽകി, എനിക്ക് മക്കൾ നൽകി, എനിക്ക് ജീവിത പങ്കാളി നൽകി. നമ്മൾ ഓർക്കുക, നമ്മൾ ചോദിച്ചു വാങ്ങിയ അനുഗ്രഹങ്ങളെക്കാൾ എത്രയോ കൂടുതലാണ് പ്രിയപ്പെട്ടവരെ ചോദിക്കാതെ ദൈവം നൽകിയത്. നമുക്കിപ്പോൾ ഒരു ക്യാൻസർ രോഗം വന്നിട്ട് നമ്മൾ പ്രാർത്ഥിച്ച് സൗഖ്യം കിട്ടിയാൽ നമ്മൾ പറയുന്നു അത് അത്ഭുതമാണെന്ന്. എങ്കിൽ അവൻ നമ്മളൊന്നും ചോദിക്കാതെ എത്രയോ അത്ഭുതങ്ങളാണ് നമ്മുടെ ശിരസിന് മുകളിൽ, നമ്മുടെ കുടുംബത്തിന് മുകളിൽ അവൻ തീർത്തു വച്ചിരിക്കുന്നത്. ഇതെല്ലാം അവൻ്റെ ദാനമാണ്. ഈശോയെ നന്ദി പറയുന്നു. ഒരു നിമിഷം നമുക്ക് ഇരുകരങ്ങളും ദൈവസന്നിധിയിൽ ഉയർത്താം. ഇരുകരങ്ങളും ദൈവസന്നിധിയിൽ ഉയർത്തട്ടെ. ഇരുകരങ്ങളും ദൈവസന്നിധിയിൽ ഉയർത്തി മറ്റൊന്നും നമ്മൾ നോക്കരുത്. എല്ലാം ദൈവമേ നീ തന്ന ദാനമാണ്. ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈശോയെ ഞങ്ങൾ തിരിച്ചറിയുന്നു, ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ മുഴുവനും നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന തിന്മയുടെ ശക്തിയുണ്ട്. ദൈവമേ നീ അഗ്നി കൊണ്ട് കോട്ട കെട്ടി നീ സംരക്ഷിക്കണേ. കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി ഒന്നെല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. യേശുവേ നന്ദി. ഹല്ലേലൂയ. അധരം തുറന്ന് സ്വരമുയർത്തി പ്രാർത്ഥിക്കട്ടെ. അതിനെ തുറന്ന് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ.